സിനിമ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ അവൻ RDS ചെയ്യുന്നത് സിനിമ കണ്ടപ്പോഴാണ് നഹാസേ ഏതാ ആദ്യമായിട്ട് എഴുതി കൊണ്ടുപോവാ. 6-7 മാസം പണിയെടുത്ത് വെച്ചിട്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആകാൻ പോവാം. അപ്പോഴത്തെ കോമഡി എന്ന് പറയുന്നത് ഇപ്പോൾ പറയേണ്ട ഏതാണ്, ഞാൻ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റും മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് കോമഡി. എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഇത് നീ ചെയ്താൽ നീ ഫീൽഡ് ഔട്ട്. തീരൻ അധികാരം മുണ്ടറിനായിട്ട് ഇവരോട് കമ്പാരിസൺ വരുന്നത് എനിക്കറിയാം. പക്ഷേ തീരൻ അധികാരം മുണ്ടർ ഞാൻ ഏതൊരു മീഡിയ ഒരാളെ ചോദിച്ചു തീരൻ അധികാരം മുണ്ടർ. ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ ഈ പടം അറിയാലോ മാരി സെൽവസ് ഡയറക്റ്റ് ചെയ്ത പടമല്ലേ. ഞാൻ പറഞ്ഞു റൈറ്റ് ടൈം റൈറ്റ് തിങ് എനിക്ക് വരുന്നുള്ളൊരു അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് പോകുന്നു. വരും, വല്ലപ്പോഴും വരുന്നത് ചെയ്യും. ഇനിയിപ്പം സിനിമ ഞാൻ ഫീൽഡ് ഔട്ട് ആവുകയാണെങ്കിൽ ഐ എം ഹാപ്പി. അപ്പം മോൾ എന്താ ചെയ്യുന്നത്? ഞാനിങ്ങനെ സിനിമയിൽ അഭിനയിക്കുക. അല്ല അതൊക്കെ, പക്ഷെ എന്താ ചെയ്യുന്നത്? കുറേ വർഷം വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഒരു ഫ്രണ്ട് ഒരു കല്യാണം വിളിച്ചിട്ടുണ്ട്, വരാമെന്ന് പറയാൻ പറ്റില്ല. എല്ലാം എനിക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ്. പടം ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ സ്കൂൾ ബാഗ് വാങ്ങിച്ചു. അപ്പോൾ Hi guys, hi everyone. Welcome to Film Companion South and welcome to the Film Companion South Malayalam Adda. ഇപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് നിങ്ങളുടെ എല്ലാ ഫിലിംസും എൻ്റെ ഇക്കൊല്ലത്തെ ഏറ്റവും ഫേവറേറ്റ് ഫിലിംസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷനിൽ ഇരിക്കുന്നത്. പക്ഷേ റിസൾട്ട് അല്ലാണ്ട് ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ ഈ കൊല്ലം നിങ്ങളുടെ ഒരു ഹാപ്പിയസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്തു പറയും? സ്റ്റാർട്ടിങ് ഫ്രം Win.C. പക്ഷേ എനിക്ക് ആ സിനിമ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ കംപ്ലീഷൻ. അത് തന്നെയാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. ഇറ്റ് ടുക്ക് 3 years to finish. അപ്പോൾ സിനിമ കഴിഞ്ഞല്ലോ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ. എക്സാക്ട് മൊമെന്റ് ലാസ്റ്റ് ഫ്രെയിം അത് കെയിം ഔട്ട് എന്നുള്ള സാധനമാണ്. അത് കഴിഞ്ഞ് തിയേറ്ററിലേക്ക് എത്തിയല്ലോ എന്നുള്ള സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. ബാക്കിയെല്ലാം എക്സ്ട്രാ റിവാർഡ്സ് ആണ്. എഴുതിയ കുറേ കാര്യങ്ങൾ നല്ല നടന്മാർ അഭിനയിക്കുന്നത് കണ്ടു. ഞാനല്ലാതെ കുറേ നല്ല ആൾക്കാർ അഭിനയിക്കുന്നത് കണ്ടു. പിന്നെ മമ്മൂക്കയോടൊപ്പം ഇത്ര ദിവസങ്ങൾ പങ്കിടാൻ കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താവുന്നുള്ള കുറേ ഉറക്കമില്ലാത്ത കുറേ രാത്രികളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മേക്കിങ്ങിൻ്റെ സമയത്തല്ല ഞാൻ പറഞ്ഞത്, ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് ഇതെങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്ക തമാശക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, തലേ ദിവസം തന്നെ ഞാൻ വീട്ടിൽ പൂട്ടിയിടും, കഴിഞ്ഞ റിസൾട്ട് കഴിഞ്ഞിട്ട് വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ തമാശക്കാണെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഐ ഹാവ് കം ദ ഹോൾ സർക്കിൾ. ലൈക്ക് നല്ല കാമുകിയിൽ നിന്നും പലരെയും പ്രേമിക്കുന്ന കാമുകിയിലേക്ക്. പക്ഷേ ഐ തിങ്ക് ഇറ്റ് വാസ് നമ്മൾ കുറച്ച് ഡെയറിങ് ആയിട്ട് ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സ് സ്വീകരിക്കപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ചിലത് നമുക്ക് അറിയായിരിക്കും സേഫ് സോണിൽ നിൽക്കുന്നത്. ഇതൊട്ടും സേഫ് സോണിൽ നിൽക്കാത്തൊരു സാധനം ആയതുകൊണ്ട് വെൻ ഇറ്റ് വാസ് ആക്സെപ്റ്റഡ് ഐ തിങ്ക് ദാറ്റ് വാസ്. എനിക്ക് ഇതാണ് ഫസ്റ്റ് ഐഡൻറ്റിറ്റി ക്രൈസിസ് മാറി എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും സന്തോഷം. അതായത് ഷോർട്ട് ഫിലിംസ് എടുത്ത് നടന്നു, ഇപ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞ ധൈര്യത്തിൽ ഒരാൾക്ക് കൈ കൊടുക്കാൻ പറ്റുന്നു. അതാണ് എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നൊക്കെ പടം കണ്ടിട്ട് കോൾ വരുന്നു. ഒരുപാട് പ്രതീക്ഷിക്കാത്ത ആളിൽ നിന്നൊക്കെ കോൾ വന്നു. അപ്പോൾ അതൊക്കെ ഒരു കമൽ ഹാസൻ കോൾ ചെയ്തു, കോൾ വന്നു. ഇതാണോ ഒരുപാട് പ്രതീക്ഷിക്കാത്ത അത് ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു ആർഡിഎക്സ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടാണ് ആൾ സംസാരിക്കുന്നത്. അപ്പോൾ 6 രൂപയെന്നാണ് കേൾക്കുന്നത്. അത് ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. ഞാനിങ്ങനെ വെച്ചിരിക്കുമായിരുന്നു ഇവിടെ പറയാൻ. സ്റ്റെഫി? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 4 വർഷമായിട്ടൊരു സിനിമ ചെയ്യണമെന്നും ഉള്ള ആഗ്രഹം കൊണ്ടിങ്ങനെ നടക്കുകയായിരുന്നു. ഫൈനലി മധുരമനോഹരമോ സംഭവിച്ചു എന്നുള്ളതാണ്. അത് ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം ഈ വർഷം. എല്ലാ കൊല്ലം ലൈഫ് ചേഞ്ചിങ് ഇയർ ആണല്ലേ? ഈ കൊല്ലം ലൈഫ് ചേഞ്ചിങ് ഇയർ ഇല്ല. എനിക്ക് കഴിഞ്ഞ വർഷമായിരുന്നു ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ ഉണ്ടായത്. ലൈക്ക് മിന്നൽ മുരളി കഴിഞ്ഞ 2021 എൻഡിലേക്ക് സംഭവിച്ചു. 2021 ഡിസംബർ ക്രിസ്മസ് സമയത്താണ് ഇവൻ പറഞ്ഞാൽ 2022 എന്നൊക്കെ തന്നെ പറയാം. പിന്നെ ജയ ജയഹി ഇറങ്ങുന്നത് കഴിഞ്ഞ വർഷമാണ്. അങ്ങനത്തെ പിന്നെ പാൽത്തു ജാനുവർ എല്ലാം കഴിഞ്ഞ വർഷമാണ്. ഈ വർഷം അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറിൽ ഇരിക്കുക എന്നുള്ളതായിരുന്നു കൂടുതൽ ഈ വർഷം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഈ വർഷത്തെ ഏറ്റവും ഫേവറേറ്റ് സമയം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 4 മാസം ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര വേറൊരു രീതിയിൽ ഭയങ്കര രസമായിരുന്നു. പേഴ്സണൽ ലൈഫ് കൊച്ചൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ ഒരു 1-2 സിനിമ ഉണ്ടായിരുന്നു. ആക്ച്വലി പ്ലാൻഡ് ആയിരുന്നില്ല. അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നീണ്ടുപോയപ്പോൾ വെറുതെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ പക്ഷെ അത് ഭയങ്കര നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കാനും
ഒക്കെ ഉള്ളൊരു സ്പേസ് കിട്ടി. അതാണ് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ പുതിയ പുതിയ ഭാഷ പഠിക്കാം അല്ലേ? ഹിന്ദി റൂമർ ഓൺ എയർ ആണ്. എനിക്ക് പേഴ്സണലി 3 കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അങ്ങനെ ഓരോന്നും പറയുമ്പോൾ കണക്ട് ചെയ്യുമായിരുന്നു. എൻ്റെ എല്ലാ പടങ്ങളും പറഞ്ഞ പോലെ ഹിറ്റ് ആവണം അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അത് പാടെ ഇല്ലാണ്ടായി. ഇപ്പോൾ വരുന്നത് അതിൻ്റെ വിധി പോലെ വരട്ടെ എന്നുള്ളൊരു മൂഡിലോട്ട് എത്തി. ഒന്നാമത്തെ കാര്യം ആഫ്റ്റർ രേഖ ഒരു ഭയങ്കര ലെസണായിരുന്നു. രണ്ടാമത്തെ കാര്യം രേഖയ്ക്ക് ഭയങ്കര പ്രഷർ എടുത്ത് ഞാൻ വർക്ക് ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റേ മരുവിലിൻ ഗോപുരങ്ങളൊക്കെ ചെയ്യുമ്പം ഭയങ്കര ലൈറ്റായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്നില്ല, അത് ചെയ്യുന്ന ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതൊരു ലേണിംഗ് ആയിരുന്നു. അതായത് ചില ക്യാരക്ടേഴ്സിന് അത്ര എഫേർട്ട് എടുക്കേണ്ടി വരില്ല, ചിലതിന് അത്ര എടുക്കേണ്ടി വരും. ആ ഒരു ലേണിംഗ് ഉണ്ടായിരുന്നു. പിന്നെ തേർഡ്ലി ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മരുവിലൻ ഗോപുരങ്ങളിൽ ഒത്തിരി ഒരു മോഡേൺ ഷെയ്ഡാണ്. അങ്ങനെ ഒരാൾ, ഞാൻ അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഇതുവരെയും കൊടുത്തിട്ടില്ല പുറമേക്ക്. ഞാനൊരു മോഡേൺ ആയിട്ട് നാടൻ ക്യാരക്ടേഴ്സിലോട്ട് തന്നെ ഫിറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോഷർ അരുൺ ബോസ് എന്ന് പറഞ്ഞ ഡയറക്ടർ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. വേറൊരു ക്വസ്റ്റ്യൻ, ഇത് എല്ലാവരോടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങളൊരു സിനിമയിൽ വർക്ക് ചെയ്തു, നിങ്ങളുടെ വർക്ക് തീർന്നു, അത് കഴിഞ്ഞിട്ടൊരു സമയമല്ലേ? ഡയറക്ടേഴ്സ് ആണെങ്കിൽ അത് വേറൊരു പേസ് ആയിരിക്കും. ആസ് ആൻ ആക്ടർ നമ്മൾ ഡബ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു, പക്ഷെ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണാൻ പോവാണ്. അത് കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും? ഐ തിങ്ക് എവ്രി ഡേ ഡ്യൂറിങ് ഫിൽം മേക്കിംഗ് ഇസ് വി ആർ എക്സൈറ്റഡ് അല്ലേ? നമുക്ക് പിന്നെ ഡബ്ബ് ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ നമ്മൾ ബേസിക്കലി ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം എനിക്കൊന്നും നമ്മൾ ആരും എഡിറ്റ് കാണുന്നില്ല, നമ്മൾ ഒട്ടും നോക്കില്ല. ഇല്ല, മോണിറ്ററിൻ്റെ പുറകെ നമ്മൾ വന്ന് ചില ഷോർട്സ് നോക്കുന്നുണ്ടോ എന്നല്ലാതെ സ്പോട്ട് എഡിറ്റ് ചെയ്ത എല്ലാ സീൻസൊന്നും നമ്മളെല്ലാ ആക്ടേഴ്സ് ഇരുന്ന് കാണുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്ത് വെച്ച്, അതായത് പലതും നമ്മളില്ലാത്ത ദിവസം ഷൂട്ട് ചെയ്യുന്നതും ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ടൊന്ന് സ്ക്രീനിൽ എക്സ്റ്റെൻഡ് ഡബ് കട്ടാണെങ്കിൽ പോലും അത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ പണ്ടാരോ പറഞ്ഞ പോലെ സൗണ്ട് ഇസ് ദ സോൾ ഓഫ് ദ ഫിലിം ഉണ്ടല്ലോ. നമ്മൾ അഭിനയിക്കാൻ അടുത്ത് അത്ര തന്നെ എഫേർട്ട് ഓർ മേ ബി മോർ നമ്മൾ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അഗെയിൻ ഇറ്റ്സ് ഈക്വൽ വർക്ക്. അപ്പം അഭിനയിച്ച് കഴിഞ്ഞു, ആ പണി കഴിഞ്ഞ് ഇനി ഡബ്ബ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ജോലി എന്നുള്ളതല്ല. ഡബ്ബ് ഇസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എക്സൈറ്റ്മെൻ്റ് ആണ്. ഇനി ഡബ്ബ് കാണാം, ഇനി ഡബ്ബ് ചെയ്യാം, അവിടെ നിന്നുള്ള തെറി കേൾക്കാം. നിങ്ങൾക്ക് കണ്ടുകേർക്കോ? രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു തിയേറ്ററിൽ ആൾക്കാർ കണ്ട് പടം അപ്പോൾ മാത്രമേ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ എപ്പോഴും ടെൻഷൻ തന്നെയാണ്. എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് അതിലെല്ലാം കൂടുതൽ ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യ പടം എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളത്. പിന്നെ ഒരുപാട് തുറന്നു പറഞ്ഞാൽ മധുര മനോഹരം ആദ്യം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ ഓടി വന്ന് കാണുന്ന ഒരു കാസ്റ്റോ അല്ലോ ഒരു എൻ്റെ പടമായതുകൊണ്ട് ആരും ഇവിടെ വന്ന് കാണാൻ പോകുന്നില്ല എന്നുള്ള റിയാലിറ്റി എനിക്കും അറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു ശരിക്കും. പിന്നെ ജൂണിൽ സിനിമ റിലീസ് ചെയ്യരുതെന്ന് എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. മഴ തുടങ്ങുകയാണ്, സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന മാസമാണ്. അപ്പോൾ എല്ലാ രീതിയിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ആയിരുന്നു. ഫൈനലി തിയേറ്ററിൽ പടം ഇറങ്ങി ആളുകൾ നന്നായി എന്ന് പറഞ്ഞ അന്ന് മാത്രമാണ് എനിക്കൊരു സന്തോഷം ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ അതിൻ്റെ പ്രോസസ്സിൽ തുടങ്ങി അന്ന് മുതൽ എല്ലാ പ്രോസസ്സും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഏറ്റവും സന്തോഷിച്ചത് ഫസ്റ്റ് ഡേ ഇറങ്ങിയതിന് ശേഷം. എനിക്ക് എഡിറ്റ് കഴിയുന്നിടം വരെ ഈ പറഞ്ഞ പോലെ ഭയങ്കര എഫേർട്ട്, നമ്മൾ ഫുൾ ടൈം കൂടെ ഇരുന്ന പരിപാടികളുണ്ട് എഡിറ്റ് കഴിയുന്നിടം വരെ. പിന്നെ നമ്മുടെ സിനിമ വളരുന്നത് നമുക്ക് നോക്കി കണ്ടുകൊണ്ടിരിക്കാം. അതായത് എഡിറ്റ് കഴിഞ്ഞു, പിന്നെ അവിടെ പോയിട്ട് മ്യൂസിക് ചെയ്ത് വരുമ്പോൾ നമ്മൾ കാണുന്ന സിനിമ കുറച്ചുകൂടെ ബെറ്ററായി വരുന്നു, സൗണ്ട് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായി വരുന്നു, ഫൈനൽ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും വരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രിവ്യൂ കഴിഞ്ഞ ആളുകൾ പറയുന്നത് നമ്മൾ ചിന്തിച്ച പോയിന്റ് അല്ലാതെ വേറെ കുറേ പോയിന്റുകൾ ആളുകൾ നമ്മുടെ അടുത്ത് പറയും. ഈ ഏരിയ ഞങ്ങൾക്ക് കുറയ്ക്കാം, ഈ ഏരിയ ഞങ്ങൾക്ക് കുറയ്ക്കാം, ഇത് ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ പടത്തെപ്പറ്റി ഇങ്ങനെ ചർച്ചകൾ ഉണ്ടാവുമല്ലോ. അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഉണ്ടാകുന്ന വേറൊരു അത്ഭുതമാണ്. തിയേറ്ററിൽ ഓഡിയൻസിന് കൂട്ടിരുന്ന് കാണുമ്പോഴത്തേക്കുമാണ് നമുക്കൊരു കറക്റ്റ് ഓക്കെ എല്ലാം കഴിഞ്ഞു വന്നിട്ടുള്ളൊരു സിനിമ. എടുത്ത് കഴിയുന്നതോടുകൂടി നമ്മുടെ ഒരു മെയിൻ പരിപാടി കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് നമ്മൾ അതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുക. പിന്നെ നമുക്കിങ്ങനെ എക്സൈറ്റ്മെൻറ്റ്, ഈ പ്രോസസ്സ് എക്സൈറ്റ്മെൻ്റ് ആണ്. തിയേറ്ററിൽ നിന്ന് കൈയടി കിട്ടി ഇറങ്ങുന്നിടം വരെയുള്ളൊരു മൊമെൻറ്റ് ഭയങ്കര ഹാർഡാണെങ്കിൽ പോലും ഭയങ്കര നമ്മൾ എൻജോയ് ചെയ്താണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് അഖിലിനാണെങ്കിലോ? ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത സിനിമ, അതുകൊണ്ട് ഞാൻ ഇതെൻ്റെ തലയിലിരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് എനിക്ക് ഓടാൻ പറ്റില്ല. എങ്ങോട്ട് പോയാലും ലാസ്റ്റ് ക്യൂബിലേക്ക് അയക്കുമ്പോൾ പോലും ഈ ഫ്രെയിമോട് പോയി ഞാൻ ഉത്തരം പറയണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ലോഡ് ചെയ്ത് കഴിയുന്നവരെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആസ് എ ടെക്നീഷ്യൻ ഞാൻ ബിസി ആയി പോയി. ഗുണം ഉണ്ടായത് ഞാൻ അങ്ങനെ ടു മച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എല്ലാം
പ്ലേസ്ഡ് ആയോ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ടെൻഷൻ ഉണ്ടായില്ല, ക്ലാരിറ്റി ആയിരുന്നു ഭയങ്കരമായിട്ട്. പടം കൊള്ളാലോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ അച്ഛൻ ചെയ്ത ടെക്നിക്കാണ്. അച്ഛൻ സിനിമയുടെ റിലീസ് അന്തിക്കാട് നിൽക്കും, എവിടെയാണെങ്കിലും അച്ഛൻ അന്തിക്കാട് ഉണ്ടാവും. പുള്ളി രാവിലെ ഇതൊക്കെ നനച്ച് ഒന്നും അറിയാത്ത പോലെ നടക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തു. ഒന്നുമില്ല, ഫോൺ ക്യാഷിൽ എടുക്കുമായിരിക്കും, പക്ഷേ അച്ഛൻ വെരി നോർമൽ ഡേ ആയിട്ട് അച്ഛൻ സ്പെൻഡ് ചെയ്തത്. അതെനിക്ക് വർക്കായി. ഞാൻ അതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് തലേദിവസം അന്തിക്കാട് അല്ല, പക്ഷെ അത് എനിക്ക് ഒരു ക്ലാരിറ്റി എന്നുള്ള സാധനം സന്തോഷമാണ് ബേസിക്കലി. ഒരു സിനിമ കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് കഴിഞ്ഞു, ഈ സിനിമ നമുക്ക് ഇഷ്ടമായി എന്നുള്ള തോന്നലുണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നും. എനിക്ക് പറഞ്ഞ റിവ്യൂസ് പോലും എനിക്ക് തോന്നുന്നത് നല്ലതാണ്, പക്ഷേ നമുക്കങ്ങനെ ഒരു പടം എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് മച്ച് ബെറ്റർ ദാൻ റിവ്യൂ. അത് സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ കാര്യം നോക്കിക്കോളും എന്നുള്ളതാണ് ഈ എല്ലാ പടങ്ങളുടെയും എക്സാമ്പിളാണത്. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാനത് തന്നെ അപ്ലൈ ചെയ്ത് എനിക്കത് വർക്കായി. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്തും പിന്നെ ബേസിൻ്റെ അടുത്തും കൂടെയാണ്. നിങ്ങളുടെ 3 പേരുടെ ക്യാരക്ടേഴ്സ് ഐ തിങ്ക് കരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ഒരു ഗ്രേ ഷെയ്ഡ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കില്ലേ നിങ്ങൾ ഇതായിട്ടും ചെയ്തതിൽ. എന്തൊക്കെ പറഞ്ഞാലും ലൈക്ക് ഇൻ യുവർ കേസ് ഇറ്റ്സ് എ കറപ്റ്റ് അല്ലെ, ഓപ്പൺ ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കറപ്റ്റ് ക്യാരക്ടർ. ഇൻ യുവർ കേസ് ആണുങ്ങൾ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷേ പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ ദ വേ ദി ഓഡിയൻസ് പെർസീവ്സ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആൻഡ് ഇൻ യുവർ കേസ് ഓഫ് കോഴ്സ് അച്ഛൻ്റെ അടുത്ത് തന്നെ ഭയങ്കര ഒരു റൂഡായിട്ട് സംസാരിച്ചിട്ട് തീരുന്ന ഒരു ക്യാരക്ടർ. ഇത്രയും നെഗറ്റീവ് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇത്രയും ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടർ നിങ്ങൾ ചെയ്യുമ്പോഴും ഇവൻച്വലി പീപ്പിൾ ആർ കമ്മിങ് ടു യു ബിക്കോസ് യു ഗൈസ് ക്യാൻ മേക്ക് ദം ലൈക്കബിൾ. ലൈക്ക് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ലൈക്കബിൾ ആക്കണം. ആ ബാലൻസ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ? എത്ര നെഗറ്റീവ് ആണെങ്കിലും ഐ ഹാവ് ടു ബി വിത്ത് ദി ഓഡിയൻസ്. ഞാൻ ഇപ്പോൾ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നില്ലത് എങ്ങനെയെങ്കിലും അത് പ്രേക്ഷകൻ കൊണ്ട് ലൈക്കബിൾ ആക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ മൊത്തത്തിലുള്ള സ്ക്രീൻ പ്ലേയുടെ കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ജേണി എത്രമാത്രം ക്രൈസിസ് ഉണ്ടാക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ തമ്മിൽ പോരാടിയിട്ടാണെന്നുണ്ടെങ്കിലും എൻഡിങ് ഒരു എന്താ പറയുക ഒരു ഫോക്കസിലേക്ക് എത്തുക എന്നുള്ള നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ അതിനകത്ത് ഒരാളിപ്പോൾ 4 പേരായിട്ടൊരു ഒരു എന്താ പറയുക ഒരു ആർമി പോലെ ഫോം ചെയ്ത് പോകുന്ന സമയത്ത് ഒരാളൊരു ട്രബിൾ മേക്കർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംതിങ് വിൽ ഹാപ്പൻ ഇൻ ദ മിഡിൽ ഓഫ് ദ ജേണി. അതാണ് നമ്മൾ ചിന്തിച്ചൊരു പോയിന്റ്. പിന്നെ അവിടെ വെച്ച് മാത്രമാണ് വാട്ട് വാസ് റീസൺ ഫോർ ഹിം ടു ടേക്ക് ദാറ്റ് ബ്രൈബ്, ആ ഒരു റീസണിങ് പറയുന്നു. പിന്നെ പുള്ളിയുടെ അവസ്ഥ ഇതാണ്, ബേസിക്കലി ഒരു ASA അല്ലെങ്കിൽ കോൺസ്റ്റബിൾ റാങ്കുള്ള ഒരാൾക്ക് കിട്ടുന്ന സാലറി എന്താണെന്നുള്ളതും, സ്വന്തമായിട്ട് വീടില്ലാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ അയാൾ ലോണും പോയി ലോണും സാങ്ഷനായി കിട്ടുന്നില്ല, അങ്ങനെ പല ഇഷ്യൂസ് കൂടെ പോകുന്ന ഒരാൾക്ക് സ്വന്തം കൊച്ചിൻ്റെ ഒരു അവസ്ഥയും കൂടി വരുന്ന സമയത്ത് പുള്ളി എന്തായിരിക്കും. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ സെൽഫ് റെസ്പെക്റ്റിൽ കൂടുതലുള്ള ഒരു കമ്പാനിയൻ തന്നെ ഒരു ചവിട്ട് കൂട്ടിയപ്പോൾ ആൾക്കത് താങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അത്രയ്ക്ക് ഞാൻ ആലോചിച്ചുള്ളൂ, അതായത് എന്തുമാത്രം പ്രേക്ഷകൻ ലൈക്കബിളോ ബേസിക്കലി. ഇപ്പോൾ വിശാല പറഞ്ഞപ്പോഴാണ് ഇത്രമാത്രം ആസ്പെക്ട് ഒക്കെ അങ്ങനെ ചിന്തിച്ചില്ല. നല്ല ജെനുവിനായിട്ട് മനസ്സിൽ തട്ടി അഭിനയിച്ചു അത്രയാണ്. കാരണം ഞാൻ ആലോചിച്ചു ഈ പടം ഇറങ്ങുന്ന സമയത്ത് കുറേ പേര് തീരൻ അധികാരം മുണ്ടനായിട്ട് ഒരു കമ്പാരിസൺ വരുന്നത് എനിക്കറിയാം. പക്ഷേ തീരൻ അധികാരം മുണ്ട് ഞാൻ ഏതൊരു മീഡിയ ഒരാളെന്നോട് ചോദിച്ചു തീരൻ അധികാരം മുണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ ഈ പടം അറിയാലോ മാരി സെൽവസ് ഡയറക്ട് ചെയ്ത പടമല്ലേ. ഞാൻ പറഞ്ഞു ചേട്ടാ ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടറിൻ്റെ പേര് H. വിനോദ് എന്നാണ്. നിങ്ങൾ ആദ്യം അതൊന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കുറവ് പറയണ്ടേ, കുറവ് നമുക്കൊരു സമാനമില്ലല്ലോ. ഞാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഉള്ള DVSP തീരൻ, അപ്പോൾ ഈസ് മോർ പവർഫുൾ. ഇതിനകത്ത് നമ്മൾ ASA 3 കോൺസ്റ്റബിൾമാർ മാത്രമാണ്. അപ്പോൾ വി ആർ അണ്ടർഡോഗ്സ്. പിന്നെ എപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ അണ്ടർഡോഗ് വിന്നിങ് ദ റേറ്റിൽ ഈസ് ഓൾവേസ് മച്ച് മോർ സ്പെഷ്യൽ. അപ്പോൾ പിന്നെ ഭയങ്കര വൾണറബിൾ ആണ്, പവർലെസ് ആണ്. അപ്പം അങ്ങനെ പരിപാടി പിടിക്കാൻ പറ്റും. മമ്മൂക്കിയും വിവ കാര്യങ്ങളിൽ ഗംഭീരമാവും. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, നമ്മൾ അഭിനയിക്കും, നമ്മൾ ഈ കഥാപാത്രം ലൈക്കബിൾ ആവണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ അഭിനയിക്കുന്നത്. നമ്മളുടെ കഥാപാത്രം ആ ക്യാരക്ടറിൻ്റെ കോറിനോട് സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ കഥാപാത്രം എന്ത് ചെയ്യും അത് ചെയ്യുക എന്നുള്ളത്. ഇപ്പം മെയിൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫീമെയിൽ ആയതുകൊണ്ട് എന്നുള്ളതല്ല. ഞാൻ ഒരു സിനിമയിൽ ഞാൻ തെറി വിളിക്കുന്നുണ്ട്, പക്ഷേ അതൊരു പ്രശ്നമാവാതെ മാറിയത് അത് ആ കഥാപാത്രം അത് പറയുമ്പം ഇവഞ്ച്വലി ആ സ്റ്റോറിയിൽ അത് ഓക്കെ ആണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നതുകൊണ്ടാണ്. അല്ല തെറി അല്ല, അത് ചെറിയ തെറിയാണ്. ഞാൻ ഫ്രീഡം ഫൈറ്റിൽ ഞാൻ ഇച്ചിരി വലിയൊരു തെറി വിളിച്ചിട്ടുണ്ട്. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു പ്രശ്നമാവാത്തത് അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത് സ്വീകരിക്കുന്നത് അത് ക്യാരക്ടറിൻ്റെ ജേർണിയിൽ അത് ഓക്കെ ആണെന്ന് തോന്നുമ്പോഴാണ്. ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ഭയങ്കര ക്യൂട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിലും ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റ് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല ആദ്യം എൻ്റെ അടുത്ത് വരുന്നതും. അപ്പോൾ ഇത് വായിച്ച് ഒരു പകുതി എത്തുമ്പോൾ ഇങ്ങനെ പോയി ഈ ക്യാരക്ടറിൻ്റെ ഷിഫ്റ്റ് കണ്ട് പോയോ എനിക്ക് അവിടെ മുതലാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട്. അപ്പോൾ പക്ഷെ ഞാൻ ഈ കഥ ഷൂട്ടിന് മുമ്പ് പലരുടെ അടുത്തും പറയുമ്പോൾ പലരും പറയും അയ്യോ അതെന്താ അങ്ങനെ, നമുക്ക് വേണേൽ ചുമ്മാ പുള്ളിക്കാരിക്കൊരു ഒരു ജസ്റ്റിഫിക്കേഷൻ ഇവളിങ്ങനെ ഒരു പഴയ കാലത്ത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെയെല്ലാം വേണമെങ്കിൽ
ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ എഴുതാം, ഇനി നിങ്ങൾ വേണമെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റിൽ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചുമ്മാ ഷൂട്ട് ചെയ്യേ എന്നെല്ലാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത് ഭയങ്കര വർക്കായിരുന്നു. എൻ്റെ റൈറ്റേഴ്സിനും അത് വളരെയധികം അതിൽ കോൺഫിഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ തന്നെ അതിനൊരു എക്സ്ട്രാ ഒരു ഗ്ലോറിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അങ്ങനെ പോയത് എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ടൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പൃഥ്വിരാജ് ലൂസിഫർ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ, ഓൾദോ ഇറ്റ്സ് ഹിസ് ഫസ്റ്റ് ഫിലിം, പൃഥ്വിരാജ് എന്ന് പറഞ്ഞു എനിക്കൊരു 100 ഫിലിംസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സെറ്റ്സിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പുതിയതൊന്നുമല്ല. എനിക്കാണ് സ്റ്റെഫിക്കും ഏകദേശം അതുപോലെയൊക്കെ തന്നെ അല്ലേ, 100 ഫിലിംസ് ഇല്ലെങ്കിലും അല്ലേ 50-60? ഇല്ല, ഓൾമോസ്റ്റ് 96 ഫിലിംസ്. സീനിയർ, ഏറ്റവും സീനിയർ. അപ്പോൾ ഇത് 96th ഫിലിമാണ്. 95 കഴിഞ്ഞു. അതിന് എത്രയായി എന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. കുറെ ആഡ്സും ചെയ്തിട്ടുണ്ട് ഞാൻ. അഡ്വർടൈസ്മെന്റ് കുറെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു അറൗണ്ട് 300-400 അഡ്വർടൈസ്മെന്റ്. എനിക്ക് അത് കൂടുതലുണ്ടല്ലോ. നല്ല പ്രായമുണ്ടല്ലേ? അപ്പൊ സ്റ്റെഫി ഒരു ഫസ്റ്റ് ഡേ സെറ്റ്സിൽ പോകുമ്പോൾ ഒരു റെഗുലർ പാത്തിൽ വന്ന റെഗുലർ അസിസ്റ്റന്റ് ഡയറക്ടറായി വന്ന ഒരു പാത്തായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. ഒരു നെർവസ്നെസ് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. ആ സെറ്റത്ത് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ആ ഒരു ഇത്രയും സിനിമയുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഡയറക്ടർ ആകുമ്പോൾ നമ്മുടെ സെറ്റിൽ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നോ? ഞാനിപ്പോൾ ഇത്രയും സിനിമ കോസ്റ്റ്യൂം ചെയ്തെങ്കിലും എനിക്കിത് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആണ് ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല, ഷോർട്ട് ഫിലിം പോലും എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ മേളിലും ആളുകൾക്ക് ഈ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു 3 വർഷം നടന്നിട്ടാണ് ആളുകൾ എന്നെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുന്നതും ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നതും എല്ലാം ഒത്തിരി നാൾ നടന്നിട്ടാണ്. അപ്പം എൻ്റെ ഉള്ളിലെ ടെൻഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എല്ലാ സെറ്റിലും കണ്ട ആളുകളുടെ ഇടയിൽ ഞാൻ ഇന്ന് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറയുമ്പോൾ അവരെന്നെ ഈ യൂണിറ്റിലെ ചേട്ടന്മാരും പ്രൊഡക്ഷനിലെ ചേട്ടന്മാരും ഇവരിതെങ്ങനെ എടുക്കുന്നതായിരുന്നു എൻ്റെ ടെൻഷൻ. അപ്പോൾ എനിക്കത് മാത്രമായിരുന്നു, അല്ലാതെ ഈ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ടെൻഷനായാലും കൂടുതൽ ഇതായിരുന്നു. പക്ഷേ ഏറ്റവും എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയത് അവരുടെ കൂടെന്ന് ഒരാൾ വന്ന് സിനിമ ചെയ്യുമ്പോൾ എത്രത്തോളം സ്നേഹവും കരുതലും ഉണ്ടാകുമോ അത് മുഴുവൻ ആ ഷൂട്ടിംഗ് പ്രോസസ്സിൽ എന്നെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫുൾ ക്രൂ ഉണ്ടായിരുന്നു. സോ എനിക്കങ്ങനെ സിനിമ പിന്നെ എനിക്ക് വളരെ അപരിചിതമായ ഒരു മേഖലയൊന്നും അല്ലല്ലോ. എൻ്റെ ഒരു സോഷ്യൽ ലൈഫ് തുടങ്ങിയത് സിനിമയിൽ തന്നെയാണ്. എനിക്ക് വളരെ പരിചയമുള്ള ആളുകളാണ്, പരിചയമുള്ള ഒരു ഇടമാണ്. അതിൻ്റെതായ എല്ലാ ബെനിഫിറ്റും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ നഹാസിനും അഖിലും ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ലല്ലോ. നിങ്ങൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു, പക്ഷേ സ്റ്റെഫിനെ പോലെ എല്ലാവരെയും സെറ്റിൽ തന്നെ എല്ലാവരും അറിയുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു സെറ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രൂ ഒന്ന് കൺട്രോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് 4-5 ഡേയ്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അല്ല, എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരുപാട് പടം അസിസ്റ്റ് ചെയ്യേണ്ടെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് വരുന്നത്. കാരണം അത് ഗുരു അങ്ങനല്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം ഇത് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ്. ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്ത് പോകും തോറും ഈ സിനിമയിലെ ഡിഫിക്കൽട്ടീസ് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. ഇപ്പം ഓരോന്നിൻ്റെ റെൻറ്റ് നമുക്കറിയാം, 500 പേരെ ചോദിച്ചാൽ പ്രൊഡ്യൂസർ എന്ത് പറയുന്നത്, ഇതെല്ലാത്തിനും ടെൻഷൻ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഓരോന്ന് അറിയും തോറും അടുത്ത നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴത്തേക്കും 500 പേരുടെ സീൻ ഇത് ചോദിച്ചാൽ കിട്ടത്തില്ല, 100 പേരാക്കാം, ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഭയങ്കര നമ്മൾ ചുരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെ, കോംപ്രമൈസ് ആയിക്കണ്ട. ഇത് സിനിമയെ പറ്റി കൂടുതൽ അറിയും തോറും നമ്മൾ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പടം അസിസ്റ്റ് ചെയ്യുമ്പോൾ, കാരണം ബേസിലേട്ടൻ എനിക്ക് അവിടെ നിന്ന് ഒറ്റപ്പടം കൊണ്ട് തന്നെ, കാരണം പ്രീ പ്രൊഡക്ഷനാണ് എനിക്ക് ബേസിലേട്ടൻ്റെ കൂടെ കിട്ടിയ ഏറ്റവും അടിപൊളി. ഞങ്ങളൊരു 9 മാസത്തോളം എന്ന് വെച്ചാൽ അതല്ല, സ്ക്രിപ്റ്റിങ്ങിൻ്റെ സ്റ്റേജ് തൊട്ട് ഞാൻ ബേസിലേട്ടൻ ഗോതയിലുണ്ടായിരുന്നു. അപ്പം എന്താണ് സിനിമ എഴുതിയിട്ട് അത് സിനിമ എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ക്രൂവിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായിട്ട് അവിടുത്തെ എനിക്ക് കിട്ടി. കാരണം ബേസിലേട്ടൻ മറ്റേ പ്രൈവറ്റായിട്ട് വെക്കുന്ന ആളൊന്നുമല്ല, എന്തുണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത് അറിയുന്നവരും അല്ല, മീൻസ് സെറ്റിൽ എന്ത് പ്രശ്നം നടന്നാലും നമ്മൾ അറിയും. ശരി, അല്ല, എന്തുണ്ടെങ്കിലും അറിയും. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ അസിസ്റ്റൻസ് അറിയും. അപ്പോൾ ഇത് അറിയും തോറും നമുക്ക് കൂടുതൽ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളത്. അപ്പോൾ അധികം അറിയണ്ട. ഇപ്പോൾ ബേസിക് സെറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ കൂടെ ഉള്ളവരെ പോയി ഡയറക്റ്റ് ചെയ്ത് പറഞ്ഞ് ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് പരിചയം. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിപാടി കിട്ടി. ഇനിയിപ്പം നമ്മുടെ ഒരു വിൽ പവറിലാണ് ഈ പരിപാടി ഇരിക്കുന്നത്. കൂടുതൽ അറിയും തോറും എഴുതും തോറും ടെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഇനിയിപ്പോൾ അങ്ങ് നമുക്ക് ഇറങ്ങാം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം
എഴുതുമ്പോൾ അങ്ങനെ നമുക്കങ്ങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ജെയിൻ വീല് വേണം, ജെയിൻ വീല് വരും, അല്ലെങ്കിൽ മറ്റേ ജെയിൻ വീലോ അതാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് ഓക്കെ ആയിരുന്നു. ഞാൻ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഷോർട്ട് ഫിലിംസ് ഞാൻ ചെയ്തിരുന്നു. അപ്പം ഡയറക്ഷൻ ഇതാണ് പരിപാടി, നമുക്ക് ഇതിന് വേണ്ടി വന്നതാണ്. ഇനി ഒരു സെറ്റ് പഠിക്കുക എന്നുള്ളതാണ്, അതിനപ്പുറത്തേക്ക് ഇനി അങ്ങ് ചെയ്യാം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ ബേസിലിന് എപ്പോൾ തോന്നി നഹാസ് റെഡിയാണ്, സെറ്റാണ്, ഇനി സ്വന്തമായിട്ട് പോയി സിനിമ എടുക്കുന്ന തോന്നാൻ കാരണം എന്താ? ഇപ്പൊ തോന്നിയില്ലേ? അല്ല, നഹാസ് എന്തായാലും ആ കൂടെ ഉള്ളതിൽ ഏറ്റവും ആദ്യം നഹാസ് ആയിരിക്കും സിനിമ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതായത് നഹാസിന് ഇപ്പൊ ഈ നന്നായിട്ട് സംസാരിക്കുന്ന പോലെ തന്നെ നഹാസിന് നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ അറിയാം, ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാം, മാനേജ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാം. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നഹാസ് ഭയങ്കര ആ സമയം മുതലേ അങ്ങനെയാണ് നഹാസ് എൻ്റെ കൂടെ കൂടിയത് തന്നെ, എന്നെ പറഞ്ഞ് വീഴ്ത്തിയിട്ടാണ്. അപ്പൊ നഹാസിന് അത് നന്നായിട്ട് അറിയാം. പക്ഷെ നന്നായിട്ട് ഹാർഡ് വർക്കും ചെയ്യുകയും ചെയ്യും, അതിൻ്റെ അറ്റം വരെ പോവുകയും ചെയ്യും ആൾ, അങ്ങനെ വെറുതെ വിട്ട് കളയാൻ. അപ്പോൾ പക്ഷെ നഹാസ് ആഡിയൻസ് പോലത്തെ ഒരു സിനിമ ചെയ്യുമെന്ന് ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. നഹാസ് സിനിമ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചുള്ളൂ, പക്ഷെ അവൻ ഓഡിയൻസ് ചെയ്യുന്ന സിനിമ കണ്ടപ്പോഴാണ് നഹാസേ എടാ, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ആളിയാ നീ പൊളിച്ച്, നീ ഇങ്ങനെ ഒരു സാധനം ഔട്ട് തിയേറ്ററിൽ കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ എത്രയോ മേലെയായിരുന്നു. നഹാസ് സിനിമ ചെയ്യുമെന്ന് വിചാരിച്ച നഹാസ് അത്രയും വലിയ സിനിമ എന്നുള്ള ഒരു പ്രതീക്ഷ എന്നെ ബീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ആണ് നഹാസിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത്. അത് ചെറിയതല്ല. ഗോദ 2017 2023 നഹാസ് ആ 6 വർഷം കൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന നഹാസിന് എത്രയോ വളർന്നു നഹാസ് എന്നുള്ള ഒരു ഫിലിം മേക്കർ. അപ്പം അതിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. അഖിലിനാണെങ്കിലോ? ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് സെറ്റും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒരു പിന്നെ സിനിമ ചെയ്യാനുള്ള ഒരു കൊതി ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ആ സമയത്ത്. അപ്പോൾ ടെൻഷനേക്കാളും എനിക്കിപ്പോഴുള്ള ടെൻഷൻ പോലും അപ്പോൾ ഇല്ല. അപ്പോൾ ആകെ ഓർമ്മയുള്ളത്, ഞാൻ തലേദിവസം ഈ കരിയർ ഫുഡ് വരുമല്ലോ, അപ്പോൾ അതിനകത്ത് ഡയറക്ടർ എന്ന രീതിയിലുള്ള മാത്രമാണ് എനിക്ക് പുതുമയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, ബാക്കിയെല്ലാം സെയിം ആയിരുന്നു. പക്ഷേ എനിക്ക് ടെൻഷൻ തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഈ ഡേറ്റ്സ് ക്ലാഷ് ആകുമ്പോൾ റിയാലിറ്റി ഫേസ് ചെയ്യാണ്. അതായത് ഇത്രയും പൈസ ചിലവാക്കി, അത് മാത്രമാണ് എനിക്ക് ഇഷ്യൂ ഒന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ അച്ഛൻ്റെ പടം വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അച്ഛനക്ക് അത്യാവശ്യം ഫ്രീഡം തരാറുണ്ട്. ഇപ്പോൾ ഞാൻ പ്രകാശൻ വരെ വർക്ക് ചെയ്തില്ല. അപ്പോൾ ആ ഒരു കംഫർട്ട് അതെനിക്കൊരു ഭാഗ്യമായിരുന്നു കേട്ടോ. നമ്മൾ കൂടെ ക്രൂ എല്ലാം ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പിന്നെ എല്ലാം അങ്ങനെ ഒരു ഞാൻ പേടിക്കേണ്ടതായ ആരും ഉണ്ടായിരുന്നില്ല. DOP ആയാലും എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു. അപ്പോൾ ഒരു ഫഹദായാലും ഭയങ്കരമായിട്ട് സഹകരിക്കുന്ന ആളാണ്. അപ്പോൾ ടെൻഷൻ ഫാക്ടറിനേക്കാളും ഇതൊന്ന് ഒത്തു വരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. 6 ഷെഡ്യൂളിലെ സിനിമ കഴിഞ്ഞത് 3 വർഷമായിട്ട്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ്. പടം ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ സ്കൂൾ ബാഗ് വാങ്ങിച്ചു. അപ്പോൾ അത്രയും അത് മാത്രമാണ് നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴുള്ള വറി, നെക്സ്റ്റ് ഇനി എങ്ങനെ ഫുൾ ഓഫ് ചെയ്യാന്ന്. ഷൂട്ട് നമ്മൾ അറിയില്ല, അത് നമ്മൾ ഞാൻ തന്നെ എഴുതിയോണ്ട് ഇത് കാണാനുള്ള കൊതിയാണ്. നമ്മൾ മാറുന്നത് ദൂരെ കാണുന്നു, അത് ഓക്കെ ആവും, നടത്ത് പോകുന്നു. ആ ഹാപ്പിനെസ് ഫാക്ടർ കൊണ്ട് ടെൻഷൻ കവറായി പോയി. ബാക്കി എക്സിക്യൂഷനാണ് കുറച്ചുകൂടി, ഇത് ഒത്തുവരുന്നത് മാത്രമാണ് ടെൻഷൻ എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പോൾ പക്ഷേ ഈ സ്കെഡ്യൂൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കോവിഡ് വന്നിരുന്നുണ്ടോ ഇടയ്ക്ക്? അത് മാത്രമല്ല ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. അതെ, ഭയങ്കര. എനിക്ക് മോൻ ജനിച്ചുകൊണ്ട് മാത്രമാണ് അത് സർവ് ചെയ്തത്. കാരണം ഈ സിനിമ ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റ് വന്നു, ഒരു പോയിന്റിൽ നിർത്താം, വേറെ സിനിമ ആലോചിച്ച് തുടങ്ങാം എന്നിട്ട് അന്ന് ആലോചിച്ച കഥയാണ് ഇപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അത്രയും ഒരു പീരീഡിൽ ഫസ്റ്റ് സിനിമ 10 വർഷത്തോളം ഫസ്റ്റ് ചെയ്തിട്ട് ഒരു ജോലി വിട്ട് വന്നിട്ട് അത് അച്ഛൻ്റെ മകൻ, പല ഫാക്ടേഴ്സും ഒരു പോയിന്റിൽ ബ്ലാങ്ക് ആണ്. ഇനി സിനിമയില്ല, എന്നെ പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞു നോക്കിന് ഇത് വിട്ടേ സാറില്ല പോട്ടെ എന്നിട്ട് ആ മൊമെന്റിൽ നമ്മൾ ഇരുന്ന് എനിക്ക് ഓർമ്മ, ഞാൻ ഉറങ്ങാതെ വൈഫിൻ്റെ വീട്ടിൽ എപ്പോഴും പോയിട്ട് ഉറങ്ങാതെ അങ്ങനെ ഇരുന്ന് രാവിലെ കൂവി തുറന്നിട്ട് അത്രയും ഫുൾ നൈറ്റ് ഉറങ്ങാതിരുന്നിട്ട്. അപ്പോൾ ആ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ഷൂട്ട് ചെയ്യുമ്പോൾ സന്തോഷമാണ്, ഇത് സംഭവിച്ചല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആലോചിച്ച കാഴ്ചകൾ ക്യാപ്ചർ ചെയ്യാമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഷൂട്ടിംഗ് എപ്പോഴും സന്തോഷമുള്ള ഓർമ്മയും കാര്യങ്ങളാണ്. അത് നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ് ഈ സ്കെഡ്യൂൾ ബ്രേക്ക് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് പീരീഡ് ആണോ? ഉറപ്പായിട്ടും. എനിക്ക് ഗോദയ്ക്കും അങ്ങനെ ഒരു 6 months അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടാവേണ്ട വന്നായിരുന്നു. വാമിക ഗബി അതിൻ്റെ അകത്ത് ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഇഞ്ചേർഡായിട്ട് ഷൂട്ട് ഹോൾഡായി ഒരാഴ്ചത്തേക്ക് നീട്ടി വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് തുടങ്ങിയത് 6 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അന്ന് അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു, പൈസ ഇല്ല കയ്യിൽ, അപ്പോൾ ഫുൾ ദാരിദ്ര്യം, അങ്ങനെ എല്ലാം എന്ത് ചെയ്യും എങ്ങനെ തീർക്കും എന്നുള്ളത്, അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. മിന്നൽ മുരളി വന്നപ്പോഴേക്കും അത് വീണ്ടും ഒന്നുകൂടെ ഇരട്ടിച്ചു. മിന്നൽ മുരളി കോവിഡിൻ്റെ ഇടയിൽ നമുക്ക് ഇത്രയും വലിയ ക്ലൈമാക്സ് ഷൂട്ട് കുറേ ബ്രേക്ക് അല്ലേ? ക്ലൈമാക്സ് ഷൂട്ടിന് മുമ്പാണ് ബ്രേക്ക് ആയത്. പിന്നെ ക്ലൈമാക്സ് ഇനി കോവിഡ് കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റിനെ എങ്ങനെ കൊണ്ടുവരും? കോവിഡിന് 20 പേര് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് 1000 പേര് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ക്ലൈമാക്സ് നമ്മൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ ആ സമയത്ത്
ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നേരം എനിക്ക് കൊച്ചും ഉണ്ടായിട്ടില്ല. അങ്ങ് ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനുള്ള അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് അൺസർട്ടനിറ്റീനെ ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ പിന്നെ ആ സമയത്ത് എന്തൊക്കെയോ ഒരു ഇതിലേക്ക് നമ്മളൊരു ഫോക്കസ്ഡ് ആക്കിയിട്ട് ഒരു പോയിന്റിലേക്ക് ഓക്കെ ഇതെന്തായാലും തീരും എപ്പോഴെങ്കിലും ഇത് തുറക്കും. അപ്പോൾ ആ സമയത്ത് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ള സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടന്റ് എന്ന് പറയുന്നില്ല, മറ്റേ ഈ പറയുന്ന കണ്ടന്റ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഇപ്പോൾ സിനിമ പുറത്തുനിന്നുള്ള പല സിനിമകളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞ് എന്തെങ്കിലും പുറത്തിറങ്ങുമല്ലോ, ജീവിതകാലം മൊത്തം ഇവിടെ ഇതിൻ്റെ അകത്ത് ഇരിക്കില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും പുറത്തിറങ്ങുന്ന ദിവസം അവരെന്നേക്കാളും മുമ്പിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫിലിം മേക്കറായിട്ട് ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും മരിച്ച് ഇതിനു വേണ്ടി നിൽക്കുക, കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ നിൽക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആക്കിയിട്ട് ഭയങ്കരമായിട്ടുള്ള ലേണിങ് അങ്ങനെയുള്ളൊരു ഇതിലേക്ക് ഭയങ്കരമായിട്ട് പിന്നെ അതിലേക്ക് അങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആയി. പിന്നെ പുറത്തിറങ്ങുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല. അതിൽ തന്നെ അതായിരുന്നു ഒരു എന്താ പറയുക, ഹോപ്പ് എന്നുള്ള വാക്ക് ഭയങ്കര ഒരു ക്ലാരിറ്റി എന്നുള്ള സാധനം എല്ലാവർക്കും. അതെ, ഡയറക്ടേഴ്സിന് അത് എന്ത് വന്നാലും സംഭവം നന്നായിരിക്കുന്ന ഒരു ഹോപ്പിലാണ് ഓടുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൊച്ചിന് ഹോപ്പ് എന്ന് പേര്. അപ്പോൾ വെൻസി ഈ ക്വസ്റ്റ്യൻ വെൻസിയോടാണ്. എനിക്കാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ സിനിമയും ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ രേഖ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ തീരുമാനിച്ച കാര്യം എനിക്ക് പറ്റൂല ഇനി അതൊക്കെ കൂടെ കാണാൻ കേട്ടോ. അത്രയ്ക്കൊരു ഇൻറ്റൻസ് ഒരു വാച്ചായിരുന്നു. അത്രയ്ക്കൊരു എന്താ പറയുക, തുടക്കത്തിലൊക്കെ ഭയങ്കര ഡിപ്രസിങ് ഫിലിമിന്ന് പിന്നെ അഫ്കോഴ്സ് ഇറ്റ് ബിക്കംസ് ഹോപ്പ്ഫുൾ. അത്രയും ഇൻറ്റൻസ് ഫിലിം അല്ലേ, ക്വൈറ്റ് ഏർലി ഇൻ യുവർ കരിയർ ചെയ്യുമ്പോൾ എന്തായിരുന്നു, വാട്ട് ഈസ് ഗോയിങ് ത്രൂ യുവർ മൈൻഡ്? എന്തായിരുന്നു ഇത് ടൈമിംഗ് വൈസ് ഇത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പിന്നെ ചെയ്യേണ്ട ഫിലിമായിരുന്നോ? അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല. ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് കോവിഡിൻ്റെ സമയത്തൊന്നും എനിക്കൊരു പടവേ ഇല്ല. ജനഗണമന നമ്മൾ ഒരുമിച്ച് ചെയ്തു. അതും ഫസ്റ്റ് മൂവി കഴിഞ്ഞ് സെക്കൻഡ് ഓഫർ ആയിരുന്നു. കുറേ ടൈം എടുത്തിട്ടാണ് എനിക്ക് ഒരെണ്ണം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടി. അതിൻ്റെ ഇടയിലും ബ്രേക്ക് വന്നു. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ ഫിലിമിൽ വരുന്നതിന് മുന്നേ തന്നെ, ഫിലിമിൽ എത്തുന്നവരെയൊക്കെ എനിക്കൊരു പസിൽ പോലെ എല്ലാം കണക്റ്റഡ് ആയിട്ട് തന്നെ വരുമായിരുന്നു. അപ്പം ആ ഒരു ഹോപ്പ് ഉണ്ട്, എല്ലാം റൈറ്റ് ടൈമിൽ കറക്റ്റ് സംഭവിക്കും. സോ എനിക്ക് ആ വറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ തന്നെ ഹെൽത്ത് നോക്കിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം രേഖ വന്നപ്പോഴും, രേഖ വേറൊരു ആർട്ടിസ്റ്റിന് പോയൊരു മൂവിയായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിത് ഓക്കെ ആയി. അപ്പം അങ്ങനെ നോക്കുമ്പം ഇറ്റ്സ് റൈറ്റ് ടൈമിൽ എനിക്ക് വന്നത് തന്നെയാണ്. എനിക്ക് ആ ഒരു കഥ കേട്ട് കഴിഞ്ഞ് ആ മൊമെൻറ്റിൽ തന്നെ ഗട്ട് ഫീലിംഗ് വന്നു. ഗട്ട് ഫീലിംഗ് അടിപൊളി ചെയ്യാം എന്നുള്ളൊരു സാധനം വന്നപ്പം ചെയ്തു. റൈറ്റ് ടൈമിന് വന്നൊരു കാര്യം തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ടും, മൂവി കഴിഞ്ഞിട്ടും എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ പടം കഴിഞ്ഞിട്ട് എല്ലാവരും, ഇവരിയ്ക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും എൻ്റെ ആ പടത്തിൻ്റെ ട്രെയിലറൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും. താങ്ക് യു ഫോർ ദാറ്റ്. എന്നിട്ട് പോലും അത് ആൾക്കാരിലോട്ട് എത്തിയിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഓരോരുത്തർ വിളിച്ചിങ്ങനെ എല്ലാവരും ഷെയർ ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടും ആൾക്കാർ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ മനസ്സിലായി ഭയങ്കര സ്ട്രെസ് എടുത്ത് ചെയ്തൊരു പടം. കാരണം മെൻ്റലി കുറേ ഞാൻ പോലും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ട്രെസ് എടുത്ത് പണിയെടുത്തു എന്ന് ഫീൽ ചെയ്തൊരു പടം ഇവിടെ എത്താണ്ടാകുമ്പം, അതും നമ്മൾ ക്വാളിറ്റി ഇല്ലാത്തൊരു പടം, നമുക്ക് ഒരു ഡബ്ബിങ് സ്റ്റേജിലൊക്കെ അറിയാൻ പറ്റും ഇത് ഏൽക്കില്ല എന്നുള്ള ഏകദേശം കിട്ടും നമുക്ക്. ഓക്കെ, കയ്യിൽ നിന്ന് പോയോ ഇല്ലയോ. അപ്പോൾ കയ്യിൽ നിന്നല്ല, എല്ലാം കൊണ്ടും മ്യൂസിക്കിലെല്ലാം കൊണ്ടും എനിക്ക് അടിപൊളിയെന്ന് തോന്നുന്ന പടം എന്തുകൊണ്ട് ആൾക്കാരിലോട്ട് എത്തുന്നില്ല? കുറേ പേരുന്നത് കാണുന്നേ ഇല്ല, അറിയുന്നേ ഇല്ല. അപ്പോൾ ഫ്ലോപ്പായോ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രൊഡക്ഷൻ സൈഡ് ഇവിടുന്ന് എന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്ന തിയേറ്ററിൽ പോലും പോസ്റ്ററില്ല. അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നുള്ള ഫോൾട്ടാ? അപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ പറയും, ഇല്ല ഇതിനൊരു എൻഡ് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ഒരു എൻഡ് ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും എത്തിപ്പെടണമല്ലോ ഇത്. അങ്ങനെ ദിസ് ഫൈനൽ ആൻസർ എന്നുള്ള രീതിയിലാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡിനെ ഞാൻ വിശ്വസിക്കുന്നത്. ഫൈനൽ ആൻസർ. അതുകൊണ്ട് കേരളക്കാരെ മൊത്തം അതറിഞ്ഞു, കണ്ടു തുടങ്ങി. കാരണം ന്യൂസ് പേപ്പറിൽ വിൻസിക്ക് അവാർഡ് കിട്ടിയത് രേഖ, ആ രേഖ ആൾക്കാരിലോട്ട് എത്തി. സോ ഇതാണ് എനിക്ക് എന്താ പറയുക, ഹോപ്പ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഉണ്ട്. കറക്റ്റ് ടൈമിങ്ങിന് കറക്റ്റ് സാധനം എനിക്ക് വരുന്നുണ്ടെന്നുള്ളൊരു. സോ രേഖ റൈറ്റ് ടൈമിൽ ഞാൻ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ വിൻസി പറഞ്ഞ പോലെ തന്നെ ഈ ഇടയ്ക്ക് ഞാനൊരു തമിഴ് ഡയറക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങേരുടെ തമിഴ് ഫിലിം ഹിന്ദിയിൽ റീമേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 20 days ഫസ്റ്റ് 20 days ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ആ മറ്റേ ക്രൂവിനെ കൺട്രോൾ ചെയ്യാനും, ക്രൂ ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, അങ്ങനത്തെ ഒരു കെയോസ് ആയിരുന്നു. 20th or 21st ഡേ ആണ് അങ്ങേർക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 20 days സൂപ്പർ സ്മൂത്ത്, ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര അങ്ങേർക്ക് പണി അറിയാം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ചേഞ്ച് ഇൻ പെർസെപ്ഷൻ.
വിൻസിക്ക് എന്തെങ്കിലും ആ ഒരു ചേഞ്ച് കണ്ടു തുടങ്ങിയോ? സ്റ്റേറ്റ് അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ആൾക്കാർ സംസാരിക്കുന്ന രീതിയോ? ഒരുപാട് നമ്മള് സ്റ്റക്കായി നിൽക്കും എന്നുവെച്ചാൽ ഇപ്പം അല്ല, സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിന് മുന്നേയും രേഖയുടെ ഒരു ക്രിറ്റിക്സും കാര്യങ്ങളൊക്കെ റിവ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും എല്ലാം പോസിറ്റീവാണ് വരുന്നത്. അപ്പം തൊട്ട് ഈ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴത്തേക്കിനും ഭയങ്കര ഷിഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ആൾക്കാരുടെ ഭയങ്കര മാറ്റം ഫീൽ ചെയ്യുന്നു. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കും ടപ്പ് എന്ന് പറഞ്ഞ് ആൾക്കാർ മാറുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് റൈറ്റാണ്. ഇപ്പം ഞാനും ആ ആൾക്കാരിൽ പെട്ട ഒരാളാണ്. ചിലപ്പം എനിക്കിപ്പം അല്ല അതെന്തോ നാളെ നാഷണലോട് വാങ്ങോട്ടോ പിന്നെ സോറി അവിടെ പോയി. അല്ല ഞാൻ ഓടിച്ചാട്ടൻ ഒരുപാട് സംസാരിക്കരുത്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ പഴഞ്ചൻ പ്രണയം എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ചെയ്തു. ആ സമയത്തൊക്കെ ആക്ടറാ റോണിച്ചേട്ടൻ. ഇങ്ങേരിൽ നിന്നാണ് കണ്ണൂർ സ്ക്വാഡിന്റെ ഒരു സക്സസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ തന്നെ നോക്കി കാണും, റോണിച്ചേട്ടാ ഈ സാധനം ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. സോ ദിസ് ഹാപ്പൻസ്. നിങ്ങൾ നാലൊരു അറ്റ്ലീസ്റ്റ് ഒരു അല്ലേ ഒരു സ്ക്രിപ്റ്റ് ഇപ്പോൾ എത്ര ഒരു 100 കണക്കിന് സ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, റിജക്ട് ചെയ്തിട്ടുണ്ടാവും, ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഈ ഇതെന്നെ കൊണ്ട് പറ്റുമോ? ആ പേടി ഇപ്പോഴും വരാറുണ്ടോ? എനിക്ക് ആ പേടി വരാറില്ല. കാരണം വെച്ചാൽ കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ കിട്ടുന്ന എല്ലാം ചെയ്യാന്നുള്ള എനിക്ക് അങ്ങനെ പേടിയൊന്നും വരാറില്ല. സത്യം, ഇതിനൊരു പേടിയൊന്നും വരാറില്ല. എനിക്ക് വല്ലപ്പോഴേ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നുള്ളൂ. ഏത് എടുത്താൽ പൊങ്ങോ പേടിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ വളരെ വിരളമായിട്ടേ വരുന്നുള്ളൂ. ചിലത് നമ്മൾ മിക്കതും ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ അതേ ഡയമെൻഷനിൽ പോകുന്ന കഥാപാത്രങ്ങളാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് അത്ര എക്സൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ ചെയ്യാനും ഡിഫറെൻറ്റ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുമാണല്ലോ നമുക്ക് എല്ലാവർക്കും താല്പര്യം. എനിക്കൊന്ന് ഡയറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോബഡി വോണ്ട്സ് ടു കീപ് റിപ്പീറ്റിംഗ് ചെയ്ത സാധനം അല്ലേ അതേ ജോണർ അല്ലേ നമുക്ക് എല്ലാവർക്കും. അപ്പം അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ ഭീകരമായിട്ട് എന്നെ പേടിപ്പെടുത്തുന്ന അല്ലെ എക്സൈറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ അല്ലെ സ്ക്രിപ്റ്റുകൾ വളരെ വിരളമായിട്ടേ വരാറുള്ളൂ. അത് മിക്കവാറും ഞാൻ സെലക്ട് ചെയ്യുന്നുമുണ്ട്. അപ്പം പിന്നെ അത് 100 ഇല്ല. എനിക്ക് മറ്റേ ഈ സിനിമ വർക്കാവും എന്നുള്ള ജഡ്ജ് ചെയ്യാനും ക്യാരക്ടർ വർക്കാവും എന്നുള്ള ജഡ്ജ് ചെയ്യാനുള്ളത് ഇനീഷ്യലി നമുക്കിപ്പം ഗ്രോത്ത് അല്ലേ. അപ്പം ആ ഒന്നും അറിയാത്ത ഒരു സമയത്ത് ഇത് വർക്കാവില്ലെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല, കൺഫ്യൂഷനാണ്. അതിപ്പോൾ ഇങ്ങനെ ഇപ്പം സെലക്ട് ചെയ്യണ്ടേ. അപ്പം നമ്മൾ നോക്കിയിരുന്നത് ഇപ്പം വികൃതി സ്റ്റാർട്ടിങ്ങിൽ സൗബിക്കുണ്ട്, സുരാജേട്ടനുണ്ട്, ഓക്കെ സെറ്റ് പോവാ. പിന്നെ ജനഗണമന ചെയ്യുമ്പോൾ സുരാജേട്ടനുണ്ട്, പൃഥ്വിരാജുണ്ട്, ഓക്കെ സെറ്റ്. പിന്നെ കനകം ചെയ്യുമ്പോൾ നിവിൻ പോളിയുണ്ട്, ഓക്കെ. പിന്നെ അവാർഡ് കിട്ടിയ രതീഷ് ബാലകൃഷ്ണ പൊതുവാളുണ്ട്, ഓക്കെ. അത് പിന്നെ ഭീമൻ്റെ വഴിയിൽ ചാക്കോച്ചനുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ടെക്നിക്കൽ നോക്കുമ്പം ഗിരീഷ് ഗംഗാധരനുണ്ട്. ഇതൊക്കെ ഗൂഗിൾ നോക്കിയിട്ട് ഒരു വിധം ചെയ്തു വയ്ക്കും. ഞാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് എടുത്ത മൂവിയാണ് കേട്ടിട്ട് രേഖ. കഥ കേട്ട് ഓക്കെ വേറെ ആരും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഉണ്ണിയുണ്ട്. പക്ഷെ ഉണ്ണിനെ പോലും എനിക്ക് ആ സമയത്ത് അറിയില്ല, വേറെ ആരും ഇല്ല. ഓക്കെ ലെറ്റ്സ് ടേക്ക് ഇറ്റ് എന്നൊരു ഗട്ട് ഫീലിംഗ്. അന്ന് തൊട്ട് ബാക്കിയുള്ള എല്ലാ മൂവീസും ഗട്ട് ഫീലിങ്ങിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോഴും എനിക്ക് അതിൻ്റെ റിസൾട്ട് അറിയണം. ഇപ്പോഴും എനിക്കറിയില്ല ഞാനൊരു സെലക്ട് ചെയ്യുന്ന രീതി കറക്റ്റാണോ അല്ലേ എന്നുള്ളത്. മാരിവിലും ഗോപുരങ്ങളൊക്കെ നമ്മൾ കഥ കേൾക്കുമ്പം ചിരിച്ച് 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 ഞാൻ അത്രയും ഹാപ്പി എന്ന് പറഞ്ഞിട്ട് ചെയ്ത കാര്യം. അതിൻ്റെ റിസൾട്ട് 17-ാം തീയതി അറിയാം. എന്നിട്ടൊക്കെ എനിക്ക് അതിനൊരു തീരുമാനം പറയാൻ പറ്റും, ആൻസർ കുറച്ചും കൂടി കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ ലൈക്കബിലിറ്റി ആൾക്കാർക്ക് എങ്ങനെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് അറിയുള്ളൂ. ഗട്ട് ഫീലിങ്ങിനെ ഞാൻ കേൾക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അറിയുള്ളൂ. ഇതിൻ്റെ റിവേഴ്സ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര മിനിറ്റ് എടുക്കും മനസ്സിലാവും ഇത് അങ്ങോട്ടും പോകുന്നില്ല? വേറൊരു കാര്യം എന്താണെന്നറിയോ, ചില സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് 100% വർക്കാവും, പക്ഷെ ഇവഞ്ച്വലി ഇത് വർക്കാവത്തില്ല. അതാണിപ്പം വിൻസി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഗട്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ. ഗട്ട് ഫീലിംഗ് വിശ്വസിച്ച് നമ്മൾ കുറച്ച് സിനിമകൾ എടുക്കാൻ തുടങ്ങും. പിന്നെ ഇത് പറഞ്ഞ പോലെ ബാക്ക് ടു ബാക്ക് ഫോർ മൾട്ടിപ്പിൾ റീസൺസ്. ചിലപ്പോൾ സിനിമ നന്നായിട്ടായിരിക്കും ഓടാത്തത്, ഇറക്കിയ സമയത്തിൻ്റെ ആയിരിക്കും, പല കാരണങ്ങളും ഉണ്ടല്ലോ. പക്ഷെ എന്നാൽ പോലും ഇത് വർക്കാകാണ്ടിരിക്കുമ്പോഴും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അതേം ഇനി എന്ത് ക്രൈറ്റീരിയ വെച്ചത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു കൺഫ്യൂസ്ഡ് ഫേസ് കൂടെ തന്നെയാണ് പോകുന്നത്. പിന്നെ അവെയർ ആവുക എന്നുള്ളതാണ്. ഇപ്പം ഇന്ന് ഏത് സിനിമ ഓടുന്നു അല്ലെങ്കിൽ ഇന്നത്തെ പ്രേക്ഷകരുടെ ലൈക്കബിലിറ്റി ചോയ്സ് അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന എന്താണ്, അതിൻ്റെ കൂടെ നമുക്കിത് ഒത്തുവരുന്നുണ്ടോ. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യാൻ നോക്കി കാണുന്ന ചില ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ, ചില ടീംസ് ഉണ്ടല്ലോ, സീനിയേഴ്സിൻ്റെ അല്ല അതല്ല ഞാൻ പറഞ്ഞത്, ഒരു ആസ് എ കോർ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ
സ്ക്രിപ്റ്റ് എങ്ങനെയാണെങ്കിലും അത് മേക്ക് ചെയ്ത് വരുമ്പോൾ അങ്ങനെ വരും. അപ്പം ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിളില് നമ്മളിങ്ങനെ ആലോചിച്ച് അങ്ങ് പോവുക, അല്ലാണ്ട് ഇതിനൊരു ഡെഫിനറ്റ് ആൻസർ ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു അനുരാഗിരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നല്ലോ, എന്നെ സെലക്ട് ചെയ്യുക ഫസ്റ്റ് ഇസ് ലൈക്ക് ദാറ്റ്. എന്നിട്ടാണ് പിന്നെ എനിക്കൊന്നൊരു 3 സിനിമ കഴിയുമ്പോഴാണ് നമുക്ക് യെസ് ഓർ നോ പറയാനുള്ളൊരു സ്പേസ് വരുന്നത്. പിന്നെ നമ്മളുടെ എന്തെങ്കിലും ഒരു സിനിമ ഒറ്റയ്ക്ക് വിജയിക്കുമ്പോഴായിരിക്കും നമുക്ക് ബാക്കിയുള്ള സിനിമകൾ ഷോൾഡർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ തേടി വരുന്നത്. ഇപ്പം രേഖയിൽ അവാർഡ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതുപോലത്തെ സിനിമ വർക്ക് ആകുമ്പോഴാണ് വിൻസിക്ക് ഇനി അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് പോവുക. പക്ഷെ ആ രേഖ തിയേറ്റർ വർക്ക് ആയില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഒരു അവിയൽ മൊത്തത്തിലൊരു അല്ല, പക്ഷെ ഒരു പരിചയമില്ലാത്ത ഒരു ആള് വന്ന് പറയുമ്പോൾ 50-50 ആണ്. 50% സ്ക്രിപ്റ്റ്, 50% പിന്നെ ആ പേഴ്സൺ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഐ വാസ് ഹാവിങ് ബേസിലിന്റെ അടുത്ത് ഈ കോൺവെർസേഷൻ ദറ്റ് എങ്ങനെയാ ഇപ്പൊ നമ്മൾ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ബേസിൽ പറഞ്ഞു ആ വരുന്ന ആളെ കുറെയൊക്കെ റീഡ് ചെയ്യാ നോക്കുക എന്നുള്ളതാണ്. എല്ലാം ഒരു ചാൻസ് എടുക്കല. ഞാൻ എന്തൊക്കെ ക്രൈറ്റീരിയസ് നോക്കിയിട്ട് ഈ 10 ക്രൈറ്റീരിയാസും ഫുൾഫിൽ ചെയ്ത് ഞാനൊരു സിനിമ ചൂസ് ചെയ്താൽ പോലും അൾട്ടിമേറ്റ്ലി അവിടെ ചാൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്. അപ്പം അതും കൂടെ വിട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ കുറച്ച് സ്പീഡ് ഉണ്ടോ? ഇത് വർക്ക് ആവുന്നില്ലെന്ന് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്. നോ പറയാൻ എനിക്കൊന്ന് കുറച്ചുകൂടെ പഠിച്ചു. ഒരു ലെവൽ ഓഫ് ഇതും കൂടെ വന്നാൽ ഇപ്പൊ നരേഷൻ എപ്പോഴും ഡിസീവിങ് ആണ്. ചിലപ്പോൾ ചിലർ ഭയങ്കര നന്നായിട്ട് നരേറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ ചിലപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റിൽ അത്ര ഉണ്ടാവില്ല. അല്ല, നരേഷൻ എല്ലാവർക്കും അങ്ങനെ നന്നായിട്ട് കഥ പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ പക്ഷേ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് അതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ അതിനകത്ത് എക്സൈറ്റഡ് ആയിട്ട് പെട്ടെന്ന് അങ്ങ് ഓക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കുകയും കൂടെ ചെയ്യുന്നു എന്ന് പറയുന്ന പ്രോസസ്സും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിഷൻ ചെയ്യുന്ന പോലത്തെ വേറൊരു രീതിയിൽ ആ സ്ക്രിപ്റ്റിനെ നമ്മൾ വായിക്കുകയാണല്ലോ. വായിക്കുക എന്ന് പറയുന്നത് വേറൊരു എൻറ്റയർലി വേറൊരു പ്രോസസ്സാണല്ലോ. അപ്പോൾ അതും കൂടെ വരുമ്പോൾ ചിലപ്പോൾ ഒരു 2 ലെവൽ ഓഫ് ഒരു. പക്ഷെ മിക്കവർക്കും ബേസിലിന് ചോദിക്കാൻ പറ്റുന്ന അത്രയും ടെക്നിക്കൽ ഡൗട്ട്സ് ചോദിക്കാൻ പറ്റുമായിരിക്കില്ലല്ലോ, ബിക്കോസ് യു ആർ ഓൾസോ ഡയറക്ടർ നോ. അപ്പോൾ ആ ഒരു സ്കില്ലില്ലെങ്കിൽ ഇത് കുറച്ചും കൂടി ടഫ് ആയിരിക്കില്ലേ ഈ സെക്കൻഡ് സ്റ്റേജ്? അതെനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഓഡിയൻസ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലെങ്കിലും ആലോചിക്കാമല്ലോ. അങ്ങനെയെങ്കിലും നമുക്കൊരു ജഡ്ജ്മെന്റ് കിട്ടുമല്ലോ. ബേസിക് ആയിട്ടുള്ള കുറേ ബീറ്റ്സ് നമ്മുടെ മനസ്സിലില്ലേ? അതായത് പണ്ട് മുതലേ ചെറുപ്പം മുതലേ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള സിനിമകളുടെ ഒരു നമുക്ക് ഇപ്പോൾ ഒരു വലിയ ക്ലാസിക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഓഡിയൻസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടല്ലോ. അത് വെച്ചിട്ടെങ്കിലും ഇത് ഈ പോയിന്റിൽ സംഭവിക്കുന്നു, അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നു എല്ലാം നമുക്കിങ്ങനെ ആലോചിച്ച് വരുമ്പോൾ നമുക്ക് എൻറ്റയർ ഒരു ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ട എല്ലാം ചെക്ക് ബോക്സസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണോ എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ജഡ്ജ്മെന്റ്. ഭയങ്കര എക്സ്പെരിമെന്റൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു ബേസിക് സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് വായിക്കാനുള്ള ഒരു എഫേർട്ട്. അത് കുറെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ കുറെ നല്ല ലേണിംഗ് ആണ്. നല്ലൊരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ആ സിനിമ സക്സസ്ഫുള്ളും കൂടെ ആയിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സ് നമുക്ക് ഭയങ്കര ലേണിംഗ് അല്ലേ. അതിന്റെ കഥ കേട്ടു ഞാൻ ആദ്യം, അതിന് ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു, അന്നേരം എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് ഇറങ്ങി, അത് എഡിറ്റ് കണ്ടു, അതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് അത് സിനിമ ഇറങ്ങിയിട്ട് അത് സക്സസ്ഫുൾ ആയി. അപ്പോൾ ആ ജേണി ഉണ്ടല്ലോ, നമുക്കത് ഭയങ്കര ലേണിംഗ് അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് പല രീതിയിൽ ഇത് ലേൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പൊ വിൻസി പറഞ്ഞില്ലേ, ഇപ്പൊ വേറെ ഒരു ആക്ടർക്ക് പോയ റോളാണ് വിൻസിക്ക് കിട്ടിയതെന്ന്. ഇപ്പൊ ഇതിന്റെ റിവേഴ്സ് നിങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവില്ലേ? നമ്മൾ നോ പറഞ്ഞു, ആ സിനിമ അവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലെ, എന്നിട്ട് ആ സിനിമ റിലീസായി. അങ്ങനത്തെ ഒരു സിനിമ റിലീസാകുമ്പോൾ നിങ്ങളുടെ ക്യൂരിയോസിറ്റി എങ്ങനെയാണ്? അത് അറ്റ്ലീസ്റ്റ് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പോയി കാണാറുണ്ടോ ആ സിനിമ? അല്ലെങ്കിൽ നോ പറയണ്ടായിരുന്നു, യെസ് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെയാ ചെയ്തേ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവാറുണ്ട്? ഉറപ്പായിട്ടും 100% ഉണ്ടാവാറുണ്ട്. കാരണം എവിടെയാണ് നമ്മൾ ജഡ്ജ്മെന്റ് തെറ്റിപ്പാളുന്നുണ്ടോ യു ഹാവ് ടു വാച്ച് ഇറ്റ് അല്ലേ. പിന്നെ ചിലത് എനിക്കങ്ങനെ ഇതുവരെ റിഗ്രറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടില്ല. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുമില്ല അത് വർക്ക് ആവാത്തോണ്ട്, 2 അല്ലെങ്കിൽ ആ ആക്ടർ അതാണ് അത്രയും കറക്റ്റ് ആപ്റ്റ് ആണെന്ന് നമുക്ക് തോന്നി. ഈ 2 ഓപ്പർച്യൂണിറ്റിയിലാണെന്ന് തോന്നുന്നത്. എനിക്ക് ഇതുവരെ റിഗ്രറ്റ് മൊമെന്റ്സ് ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ഉണ്ടാവുമ്പോൾ എനിക്കത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. കൈവിട്ട ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇല്ല. ഞാൻ വേണ്ടാന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ ആലോചിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു എഡ്ജാണത് ആ സിനിമ. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര മോശമായി പോകും എന്ന് പറയുന്ന പോലത്തെ ഒരു ഐഡിയ ആണത്. അപ്പോൾ അത് ആ ഒരു ടെൻഷനിൽ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് ആക്ച്വലി ഭയങ്കര ഫെയിലിയറായി. നമ്മുടെ ഫിയർ എന്തായിരുന്നു അത് തന്നെയാണ് സംഭവിച്ചത്. ആ ഫിലിം മേക്കർ ആ രീതിയിൽ അതിനെ കൺസീവ് ചെയ്തത്.
സെലക്ട് ചെയ്യുമ്പോൾ പുള്ളി ഇങ്ങനെ ഇതിനെ കൺസീവ് ചെയ്ത് ചിലപ്പോൾ വർക്കാവില്ല എന്ന് മാത്രമല്ല ഭയങ്കര മോശം എന്നുള്ള രീതിയിൽ എന്നെയും എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലേക്ക് അത് മാറാൻ സാധ്യതയുണ്ട്. വർക്കായ ചിലപ്പോൾ ഒരു ഭയങ്കര കൾട്ട് സിനിമയാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഒരു പോയിന്റിലാണ് നിന്നിരുന്നത്. അപ്പോൾ അത് പക്ഷേ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, നമുക്ക് കഥ കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഈവൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പോലും ചിലപ്പോൾ ഒരു ഫിലിം മേക്കർ അയാൾ കൺസീവ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ വേറെ രീതിയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല ചിലപ്പോൾ നമ്മുടെ. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് പോയൊരു സിനിമയായിരുന്നു അത്. അപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാവും. ഇതുപോലെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് കഥ വായിച്ച രീതിയിലോ അല്ലെങ്കിൽ കേട്ട രീതിയിലോ നമുക്ക് സിനിമ മനസ്സിലായില്ല എന്ന് തോന്നിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ കണ്ട സിനിമയെ അല്ല ഇത് വന്നത്, അങ്ങനെ വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ എങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ബെറ്റർ ആയി? ഞാനിത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ അടുത്തൊരു കഴിഞ്ഞ വർഷം കേട്ടൊരു സബ്ജക്റ്റ് പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു ഒരു രാത്രി നടക്കുന്ന കഥയാണ്. അപ്പോൾ രാത്രി നടക്കുന്ന കഥ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ കൈദിയുടെ ബഡ്ജറ്റ് ഒന്നുമില്ലെന്ന് അറിയാം, കൈദിയുടെ ഒക്കെ വളരെ ഒരു മിനിയേച്ചർ ഒരു മലയാളം സിനിമ എന്ന് പറയും. അപ്പോൾ ഞാനത് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് മനസ്സിലായി, ഇത് വേറെ എങ്ങോട്ടാണ് ഇതിൻ്റെ ഒരു യാത്ര, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ബൈ ഇങ്ങനെ ചെയ്തുകൂടെ നമുക്ക് ഡയറക്ഷനിൽ അറിവില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യുന്ന കാണുമ്പോൾ അറിയില്ല അത് എങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ആ പുള്ളി ആ ഗ്രൂപ്പിനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തത് നല്ല രീതിയിൽ നമ്മുടെ ഭാഗം നന്നായിട്ട് ചെയ്ത് പോവുക, അതാണ് അതിൻ്റെ മിനിമം മര്യാദ. കാരണം അവിടെ ചിലപ്പോൾ അത്രേ പറ്റുള്ളായിരിക്കും, നമുക്ക് പിന്നെ അവിടെ കിടന്ന് ആ ഗ്രൂപ്പിനടുത്ത് വഴക്കുണ്ടാക്കി അവരെ ഇറിറ്റേറ്റ് എടുക്കാറില്ല. കാരണം അത് പറ്റാവുന്ന കാര്യം എത്രയായിരിക്കും. അപ്പോൾ നമ്മൾ അവരോടൊപ്പം സഹകരിച്ച വർക്ക് തീർത്ത് പോവുക, അതാണ് അതിൻ്റെ മര്യാദ. അൺലെസ് നമ്മളെ ഇൻസ്റ്റിങ്സിനെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വർക്കായില്ല മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് അൺലെസ് ആ വരുന്ന ഫിലിം മേക്കർ അങ്ങനത്തെ ഇതിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഓക്കെ പുള്ളിയുടെ ഹിസ്റ്ററി ഇങ്ങനെയാണ്, അപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ. അല്ലാതെ ഒരു സാധാരണ ഇപ്പോൾ ഒരു പുതിയ ഒരാളാണ് അങ്ങനത്തെ ഭയങ്കര എക്സ്പെരിമെൻ്റിൽ എന്നുള്ള രീതിയിലാണെങ്കിൽ പേഴ്സണലി ഞാനത് ചിലപ്പോൾ എനിക്കത് വർക്കായില്ല. പിന്നെ ഞാനത് ആ വന്ന ആളുടെ ഇൻസ്റ്റിങ്സിനെ വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അൺലെസ് ഹി പ്രൂവ്ഡ് അല്ല ഒരു ഷോർട്ട് ഫിലിമെങ്കിലും ആ രീതിയിലുള്ള ഒരു ഷോർട്ട് ഫിലിമെങ്കിലും നമുക്ക് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ രീതിയിലാണ്, പക്ഷേ പുള്ളി ഇങ്ങനെയാണ്, അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ റോണിച്ചേട്ടൻ ഈ ക്വസ്റ്റ്യൻ റോണിച്ചേട്ടനോടാണ് ആസ് എ റൈറ്റർ. ഇതിപ്പോൾ റോണിച്ചേട്ടന് തന്നെ അല്ലേ എത്ര കൊല്ലം ഇൻഡസ്ട്രിയിൽ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ലൈക്ക് യുവർ ഫസ്റ്റ് ഫിലിം ഇസ് കമ്മിങ് ഔട്ട് അല്ലേ? അത് ഓഫ് കോഴ്സ് സൂപ്പർ ഓഫ് കോഴ്സ് രണ്ടുപേരും കൂടെ ഈ ഇത്രയും സമയം എടുക്കുമ്പോൾ അല്ല ഒരു സിനിമ ഉണ്ടാക്കി വരാൻ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ദ ബെസ്റ്റ് വേ പോസിബിൾ അത് ഉണ്ടാക്കി വരാൻ ഇത്രയും സമയം എടുക്കുമ്പോൾ ഈ ഐഡിയ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ ഐഡിയ ഇനിഷ്യൽ എക്സൈറ്റ്മെന്റ് അതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതിനകത്ത് ഐ വാസ് റിയലി അഫ്രൈഡ് വെൻ കുറ്റവും ശിക്ഷയും വാസ് അബൌട്ട് ടു റിലീസ്. അതിന് മുമ്പുണ്ടല്ലേ ഇത്? അല്ല, കുറ്റവും ശിക്ഷയും റിലീസ് ആവുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തലേദിവസം രാത്രി ഉറങ്ങിയിട്ടില്ല. അതെന്താ വെച്ചാൽ സിബി ചേട്ടൻ ഓൾറെഡി സിബി തോമസ് സാർ ഓൾറെഡി സഫാരി ചാനലിൽ പറഞ്ഞിട്ടുള്ള ഈ ജ്വല്ലറി കൊള്ളയടിച്ചിട്ട് ഡെക്കോറ്റി നടത്തിയിട്ട് പോകുന്ന ഒരു ഗ്യാങ്ങിൻ്റെ കഥയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് രാജീവ് ഏട്ടൻ അത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു പരിപാടി എനിക്കറിയില്ല. രാജീവ് ഏട്ടൻ ബേസിക്കലി റിയലിസത്തിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ ചെന്ന് കാണുമ്പോൾ ഈ കണ്ട ആൾക്കാർ ഇപ്പോൾ തീരണധികാരമുണ്ടോ കുറ്റവും ശിക്ഷയും പോലുള്ള എന്ന് പറയുമ്പോൾ ഈ കുറ്റവും ശിക്ഷയും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെന്നുണ്ടായിരുന്നെങ്കിൽ ആ പടം ഓടിയേനെ. ഞാൻ 3 ദിവസം അവിടെ ഒബ്രോണ്ട് ചെന്നിട്ട് അടിയുണ്ടാക്കിയിട്ട് പടം കാണുന്നത്. എന്തിനാണ് അടി ഉണ്ടാക്കിയത്? 10 പേരില്ല എന്നുള്ള കാരണം കൊണ്ട്. ഞാൻ പടത്തിന് ഡിഗ്രേഡ് ചെയ്തില്ല കേട്ടോ പറഞ്ഞു, ഡോണ്ട് ടേക്ക് ഇൻ ദ സെൻസ്. അപ്പോൾ ആ പടം അന്ന് വലിയ വിജയമായിരുന്നെങ്കിൽ ഇന്ന് കണ്ട സ്കോർ ഉണ്ടാവില്ല. അല്ല, പടമേ കയറില്ല. കാരണം വെച്ചാൽ ടോപ്പിക് സിമിലർ ആണല്ലോ, ഒറ്റ കാര്യമുള്ളൂ. മറ്റേത് ജ്വല്ലറി എഫക്റ്റഡ് ആവുന്നു, ഇതൊരു ഫാമിലി എഫക്റ്റഡ് ആവുന്നു. ഫാമിലി എഫക്റ്റഡ് ആവുന്നതിൻ്റെ കൂടെ പ്രേക്ഷകൻ നിന്നുകൊണ്ടാണ് ആ ജേർണി അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർ തോന്നിയത്. കാരണം വെച്ചാൽ ഒരു ഫാമിലി ശരിക്കും പറഞ്ഞാൽ എഫക്റ്റഡ് ആയിട്ട് എൻ്റെ എന്താ പറയുക കുടുംബസ്ഥനായ വ്യക്തിയെ മർഡർ ചെയ്തിട്ടാണല്ലോ ഈ ഗ്യാങ് കടന്നു കളയുന്നത്. അപ്പോൾ ആ പുറകെ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ഹാഫിന് എൻഡിൽ എല്ലാ പേരെയും നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞല്ലോ. ആരൊക്കെയാണ് എന്തൊക്കെയാണ് എത്ര പ്രതികളുണ്ട് ആരൊക്കെ കമ്മിറ്റ് ചെയ്ത് പോയത് എല്ലാവരും നമ്മൾ റിവീൽ ചെയ്ത് കഴിഞ്ഞു. അവരിലോട്ട് എത്താനുള്ള ദൂരമാണ് നമ്മുടെ സെക്കൻഡ് ഹാഫ്. നമ്മൾ ചിലപ്പോൾ ഒരിടത്തുനിന്ന് 2 പേര് കിട്ടും, പിന്നെ അവിടുന്ന് ആ 2 പേര് കിട്ടിക്കഴിയുമ്പോൾ അവർ പറയുന്നു മറ്റവർ വേറെ എവിടെയെന്ന് പറയുന്നു. നേരത്തെ എത്ര കള്ളം എത്ര സത്യം നമുക്കറിയില്ല. വീണ്ടും നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുപോലെ നിങ്ങൾക്കും ഒരു ഐഡിയ വന്നു, നിങ്ങൾ വർക്ക് ചെയ്യണം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എന്തെങ്കിലും കാരണം കൊണ്ട് അല്ലെങ്കിൽ ഡേറ്റഡ് ആയത് രജിഷ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ വേറൊരു ഐഡിയ അതേപോലെ വന്ന രീതിയിൽ സിനിമ മാറ്റി വെക്കേണ്ട അങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥ വന്നിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല, എന്നോടായിരുന്നു. ഞാൻ ആക്ച്വലി പാച്ചു നിവിനാണ് എന്നെ വിളിക്കുന്നത് ഒരു സിനിമ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നിവിന് വേണ്ടി ആലോചിച്ചൊരു കഥ ഉണ്ടായിരുന്നു, അതെനിക്കിഷ്ടമുള്ള കഥയായിരുന്നു. പക്ഷേ ഒരു അച്ഛൻ്റെയും മകൻ്റെയും പിന്നെ വേറൊരു ക്യാരക്ടറിൻ്റെ കഥയായിരുന്നു. അപ്പോൾ അതാണ് പിന്നെ സുഡാനിയായിട്ട് നമ്മൾ കാണുന്നത്. അതിന് മെയിൻ ക്രക്സ് സുഡാനിക്ക് കത്തുണ്ടായിരുന്നു.
അപ്പോൾ അതോടെ ഫുൾ സിനിമ അവിടെ വെച്ച് വീഴ്ചു. അപ്പോൾ നമ്മൾ അതുവരെ മനസ്സിനകത്ത് കൊണ്ട് 6 മാസം പറയുമ്പോൾ രണ്ടും അങ്ങനെ സാമ്യം. എൻ്റെ ക്ലൈമാക്സിൽ ഇയാൾ കാരണം അച്ഛനും മകനും ഒന്നിക്കുന്നതന്നെയാണ്. അപ്പോൾ അതിൽ അബ്ദുള്ളക്കയും സോബിന് വരുന്ന പോയിന്റിൽ ഞാൻ ഓക്കെ തീരുമാനമായി എന്നുള്ള. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അത്രയും ഒരു 6 മാസത്തെ എഫേർട്ട് അങ്ങനെ പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി എനിക്ക് സിനിമ എടുക്കുന്നവരോട് പറയാനുള്ളൊരു അഡ്വൈസ് എന്നുള്ള ഇപ്പോഴത്തെ കാലത്ത് എന്നോട് അച്ഛൻ പറയാറുണ്ട്. അച്ഛൻ 40 വർഷമായിരുന്നു ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അച്ഛൻ പോലും കൺഫ്യൂസ് ആവുന്ന, നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സിനിമ എങ്ങനെ ഓണാക്കാം എന്നുള്ളത്. പണ്ടൊക്കെ ഒരു സിനിമ 50 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു, ആക്ടേഴ്സ് സമയത്തിന് വരുന്നു. ഇപ്പോൾ ഒരു സിനിമ തന്നെ 100-150 ദിവസമാണ്. ഒരു ആക്ടർ തന്നെ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ അവർ പറഞ്ഞ ഡേറ്റ്സ് ഒന്നും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാതെ എല്ലാവരും ഒരു വലിയൊരു പൈപ്പ് ലൈനാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ക്യൂ വളരെ പുറകിലായിരിക്കും. അപ്പോൾ എപ്പോഴും ഇനിയുള്ള കാലത്ത് അറ്റ് എ ടൈം 2 കഥ ആലോചിക്കണം എന്നുള്ളൊരു തോട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ ശരിക്കും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു അനന്തമായ വെയിറ്റിംഗ് പീരീഡ് പാച്ച് ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. പകുതി ദൂരം പോയാൽ നമ്മൾ പിന്നെ പുറകോട്ട് പോകില്ല, അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷേ അത് അറ്റ്ലീസ്റ്റ് ഒരു 2 years എങ്കിലും നമ്മൾ 2 കഥ ആലോചിക്കാൻ ഒരു അങ്ങനെ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അത് ശരിക്കും നല്ല മനസ്സ് എനിക്ക് തോന്നുന്നു ഒന്ന് നല്ലതാണ്, ഒന്ന് ഫ്രഷ് ആയിട്ട് മാറി വരണം നല്ലതാണ്. പക്ഷേ പ്രാക്ടിക്കൽ പോസിബിലിറ്റി കൂടും, ഒരു സിനിമ ഓണാവാനുള്ള പോസിബിലിറ്റി കൂടും. അതെ അതെ. അപ്പോൾ ഈ പാച്ചിൽ എനിക്ക് ഈ കഥ ഞാൻ നിവിനോട് സംസാരിച്ചിട്ട് ആ പോയിന്റിൽ ചുമ്മാ പറഞ്ഞൊരു ത്രെഡാണ്. ഒരു ബോംബെ മലയാളി നാട്ടിലേക്ക് വരുന്നു, തിരിച്ചൊരു പ്രായമുള്ള സ്ത്രീ വരുന്നു, അവർ ഗോവയെ മിസ്സാവുന്നു. അവിടെയാണ് നിവിൻ അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ചുമ്മാ ബാക്കപ്പായിട്ട് റാൻഡം തോട്ടിൽ നിന്നാണ് ഒരു ഫുൾ സിനിമ പിന്നെ ഉണ്ടാകുന്നത്. ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് നമ്മൾ പ്രിയല്ല ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ബ്രേക്കിൻ്റെ ഒരു സമയത്താണ് സുൽത്താൻ്റെ ടീസർ വരുന്നത്. അപ്പം ഗുസ്തി ബേസ് ചെയ്തിട്ടൊരു പടം വരുവാണ്. അപ്പോൾ ബേസ്ഡായിട്ട് അതിലുള്ളൊരു കേക്ക് കുറേ കാലം ഒരു ഗുസ്തി ബേസ് ചെയ്തൊരു പടം വന്നിട്ട് അപ്പോൾ അത് ഇവിടെ അതൊരു പരിപാടി വരണമെന്ന് വിചാരിച്ച് സുൽത്താൻ്റെ വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ദേ വരുന്നത് ദങ്കൽ. അതിന് മലയാളത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആ ഒരു ഭൂമിക്ക് ഒരു മനയത്തോരം എന്നുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് രജിഷ ജോർജ് ചേട്ടൻ പൂരം ആ സമയത്താണ് വരുന്നത്. നമ്മുടെ രഞ്ജൻ പ്രമോദ് സാറിൻ്റെ ഒക്കെ ബിജു മേനോൻ ചേട്ടൻ്റെ ഒരു രക്ഷാധികാരി, അതും ആ ലാൻഡിന് വേണ്ടിയുള്ളൂ. അപ്പം ഇങ്ങനെ പെരുമഴകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമയത്തൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ചു ഷോ ഇത്രയും കണ്ടന്റുകൾ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, നമ്മളെങ്ങനെയാണ് ഒരു ഗുസ്തിപ്പടം ഈ സമയത്ത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പടം വന്നു കഴിഞ്ഞപ്പോഴേക്ക് എല്ലാ പടങ്ങളും ഇപ്പം ദങ്കൽ ഇവിടെ ഓടി, സുൽത്താൻ ഇവിടെ ഓടി, ഗോദ ഇവിടെ ഓടി, എല്ലാ പടങ്ങളും ഇവിടെ ഓടി. അതേപോലെ ഇപ്പം കണ്ണൂർ സ്ക്വാഡിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫാമിലീനെ അറ്റാക്ക് ചെയ്യുന്നു, തിരിച്ച് റിവെഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്. ആ ഫാമിലീനെ അറ്റാക്ക് ചെയ്യുന്ന അവരെ അന്വേഷിച്ച് പോകുക എന്നുള്ളതാണ്. ഇപ്പം എഴുതി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം വേറെ വേറെ പടങ്ങളായി വരും. ഐഡിയ ഇപ്പം നമുക്ക് അതിന് മാത്രം ഐഡിയ ഒന്നും ഇല്ല ഇവിടെ. കാരണം പറഞ്ഞില്ല ഇപ്പം കുറേ ചെറിയൊരു ഐഡിയ കിട്ടിയാൽ പോലും അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും കണ്ടന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഒരു ഐഡിയയിൽ സ്റ്റക്ക് ആയിരുന്നിട്ട് അല്ല, അത് സ്ക്രീൻ പ്ലേ ആക്കുമ്പോഴത്തേക്ക് അതങ്ങ് മാറുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റേ രേഖ ഇറങ്ങിയ സമയത്ത് കുറെ പേര് 22FK പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിവെഞ്ച് ബേസ്ഡ് സ്റ്റോറി. പക്ഷെ രണ്ടും ഡിഫറെന്റ് ആയിട്ടില്ല, മേക്കിങ്ങിന്റെയും എല്ലാത്തിന്റെയും ഒക്കെ ആണെന്ന് തോന്നുന്നു. നമ്മുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കുമല്ലോ വേറൊരു ഡയറക്ടറിൻ്റെ ഇത് അതായി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആർട്ടിസ്റ്റിലേക്ക് സ്റ്റക്ക് ചെയ്ത് ഇനിയിപ്പോൾ ഇപ്പോൾ ഇന്ന ആൾക്ക് വേണ്ടിയിട്ടൊരു കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റക്ക് ചെയ്യുന്നതിലാണ് മണ്ടത്തരം. കാരണം ലിമിറ്റഡ് ആണ്. മലയാളത്തിൽ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. നമ്മൾ ഒരാളെ കണ്ട് എഴുതി ആൾ നോ പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഒരു 6 മാസത്തെ എഫേർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനെ കണ്ടുപിടിച്ച് നമ്മൾ വന്ന് ഇപ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാണ് ഭൂരിഭാഗം പേരും വരാറ്. അപ്പോൾ ആർട്ടിസ്റ്റ് ഓക്കെ അല്ല, പിന്നെ നമ്മൾ അടുത്ത ആളിലേക്ക് പോകുമ്പോഴത്തേക്കും വീണ്ടും ആ ആർട്ടിസ്റ്റിന് വേണ്ടി വീണ്ടും മാറ്റേണ്ടി വരും. മാറ്റിക്കഴിഞ്ഞിട്ട് വീണ്ടും ഇതിപ്പം നമ്മളങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു ഐഡിയ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആർട്ടിസ്റ്റിലേക്ക് പോയി പറയുക, അവരൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ട് സ്ക്രീൻ പ്ലേ എഴുതുക എന്നുള്ള മൂഡിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്രയും വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അതുകൊണ്ട് പാരലി 2-3 ഐഡിയാസൊക്കെ വർക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഇതുമല്ല, അടുത്ത പരിപാടിയിലോട്ട് മൂവ് ചെയ്യുക, കുറച്ചുകൂടെ മേക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയിലോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ചോദിക്കാൻ പോണേ, നിങ്ങളുടെ എല്ലാവരുടെയും കരിയറിൽ ഒരു ഫസ്റ്റ് ഫേസ്, ഒരു ഇനീഷ്യൽ ഫേസ് അല്ലേ ക്രോസ് ചെയ്തല്ലോ. ഇനിഷ്യൽ ഫേസിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളായിരിക്കില്ല ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ടോട്ടലി ഡിഫറെൻറ്റ് സിനാരിയോസ്, നോ പറയൽ അല്ലേ, അല്ലെങ്കിൽ ഡേറ്റ് മാനേജ് ചെയ്യൽ, അല്ലെങ്കിൽ എന്താ പറയുക അടുത്ത സ്റ്റേജ് എന്താ കരിയറിന്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരിക്കുമല്ലോ. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫേസ് ഓഫ് യുവർ കരിയർ. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് വെച്ച് നോക്കുമ്പോൾ അല്ലെ വിൻസിക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ ഹാസ് ഇറ്റ് ബിക്കം വെരി സെക്യൂർ? ഇല്ല, ഞാൻ എന്തിനും ഓക്കെയാണ്. ഇനി പടങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ജീവിച്ചു സെറ്റാണ്. ഒന്നുമില്ല. അതിപ്പോൾ എന്താ, ഇപ്പം ഞാൻ വിചാരിച്ചിരുന്ന അവാർഡ് കിട്ടി, വെച്ചടി കയറ്റം നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല പടങ്ങള്. പക്ഷെ റിയാലിറ്റി ഞാൻ വീട്ടിലിരിക്കുകയാണ് ഇപ്പോഴും. ഒരു പടം പോലും അത് വരുന്നത് ഭയങ്കര ലിമിറ്റഡാ. നമ്മൾ ഈ ഒടുക്കത്തെ സെലക്റ്റീവ് ആകുന്നതുകൊണ്ട് അതുമില്ല, ഒന്നും കിട്ടുന്നില്ല. അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ കുഴപ്പമില്ല, ഇതിൽ പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, അത് റൈറ്റ് ടൈം റൈറ്റ് തിങ് എനിക്ക് വരുന്നുള്ളൊരു അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് പോകുന്നു. വരും, വല്ലപ്പോഴും വരും, വരുന്നത് ചെയ്യും. ഇനിയിപ്പം സിനിമ ഞാൻ
ഫിൽഡ് ഔട്ട് ആവുകയാണെങ്കിൽ ഐ എം ഹാപ്പി. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ അല്ല, അങ്ങനെയല്ല, ഡാർക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അങ്ങനെ എക്സ്ട്രീം വരെ പോവുകയാണെങ്കിലും ഐ എം ഓക്കെ. സോ ഇപ്പം പറഞ്ഞു പോയി അല്ല, നീ ഫീൽഡ് ഔട്ട് ആവുന്നുള്ള കാര്യം പറഞ്ഞു, ഹാപ്പി ആയില്ലേ? കറക്റ്റ് കണ്ടിന്യൂറ്റി പിടിച്ചിടുകയും ചെയ്തു. ബാക്കി പറഞ്ഞു. അപ്പോൾ ബേസിലാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഗോദയുടെ സമയത്ത് സ്റ്റക്കായിട്ടിരുന്ന കാര്യങ്ങളും ഇനി അടുത്ത സിനിമ എപ്പോൾ ഡയറക്റ്റ് ചെയ്യും. ഇപ്പോൾ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കിയാലും ഡയറക്ടിങ്ങിൻ്റെ കാര്യങ്ങളും ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി അല്ലേ. അടുത്ത് എങ്ങനെ ചൂസ് ചെയ്യുന്നതായിരിക്കും പ്രശ്നം. അടുത്തത് മറ്റേ നേരത്തെ പോലത്തെ അത്ര ഈസി ആയിട്ട് അടുത്ത ഡിസിഷൻ എടുക്കാൻ പറ്റുന്നവരായിരിക്കില്ല. അപ്പോൾ ഈ സ്റ്റേജിൽ എന്താണ് ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്? ഈ സ്ട്രെസ്സിൻ്റെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ നമുക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ആലോചിക്കാം, നമ്മൾ അങ്ങനെ ഡെസ്പറേറ്റ് ആവുന്നില്ല. നമുക്ക് ഒരു അഡ്വാൻസ് ഒരു പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് തരാൻ പോകുന്നു, ഒരു ചെക്ക് നമ്മുടെ മുമ്പിലേക്ക് നീട്ടുമ്പോൾ നമ്മൾ ചിലപ്പോൾ അന്നേരത്തെ നമ്മുടെ ഒരു സിറ്റുവേഷൻ്റെ പുറത്ത് നമ്മൾ ചിലപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ പിന്നെ അവരുടെ കോൾസ് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സിനിമ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 3-4 പ്രൊജക്റ്റുകളാണ് അത്. പ്രൊഡക്ഷൻ ഇന്ന ആളുടെ ഡേറ്റ് ഉണ്ട്, ഞങ്ങൾ അങ്ങനെ നമ്മളൊരു 3-4 സിനിമ കമ്മിറ്റഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. കാരണം EMI അടയ്ക്കണം, നമുക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിനാരിയോസ് ഉണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരെന്ത് വിളിച്ചാലും എനിക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ ഞാൻ ചെയ്യണം എന്ന് തയ്യാറാവാത്തടത്തോളം കാലം ഞാനത് ചെയ്യില്ല അതൊരു പ്രിവിലേജാണ് ആക്ച്വലി. ആ പ്രിവിലേജിലേക്ക് നമ്മൾ എത്തിയതാണ്. എനിക്ക് ഈ പറയുന്ന ഈ ഗോദയുടെ സമയത്തോ കുഞ്ഞിരാമായണം ചെയ്യുന്ന സമയത്തോ ആ ഒരു പ്രിവിലേജ് ഇല്ലായിരുന്നു. ഇത് ഞാൻ ഏൺ ചെയ്ത പ്രിവിലേജ് തന്നെയാണ്. അപ്പോൾ ആ പ്രിവിലേജിനെ ഞാനിപ്പോൾ അതിനെ എങ്ങനെയാണ് ക്രിയേറ്റീവ്ലി കൺസ്ട്രക്റ്റീവ്ലി നമുക്കത് ഉപയോഗിക്കുക. അത് പ്ലെൻറ്റി വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ആ ലക്ഷറിയിൽ ജീവിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ആ പ്ലെൻറ്റിയെ നമുക്ക് എങ്ങനെ ക്രിയേറ്റീവ്ലി അത് നമ്മുടെ കരിയറിനെ എങ്ങനെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ അത്ര ഡെസ്പറേറ്റ് ആയിട്ടല്ല സിനിമകൾ ഈ പറയുന്ന ഡയറക്ടർ എന്നുള്ള രീതിയിലും ആക്ടർ എന്നുള്ള രീതിയിലും കമ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് സിനിമ കമ്മിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് എന്നുള്ളതല്ലാതെ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഒരു മേജർ ഡിഫറൻസ്. അത് തന്നെയാണ് എല്ലാത്തിനെയും മാറ്റുന്നത്. ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ആക്ടറിന് വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ അഖിലും നഹാസൊക്കെ പറഞ്ഞൊരു കൺസേൺ ഉണ്ടല്ലോ, ഒരു ആക്ടറിന് വേണ്ടിയിട്ട് കുറേ കാലം വെയിറ്റ് ചെയ്യേണ്ട സമയം. അപ്പോൾ ഗോദയ സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഗോദ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ സമയത്താണ് എനിക്ക് എപ്പോഴും ഒരു ഈ പറയുന്ന ചെറിയ റോളുകളൊക്കെ കിട്ടി തുടങ്ങിയത്, ചെറിയ സപ്പോർട്ടിങ് ആക്ടർ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്പേസിലേക്ക് എത്തിയത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗോദ കഴിഞ്ഞിട്ട് മിന്നൽ മുരളി ഇറങ്ങിയത് 2021 4 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് മിന്നൽ മുരളി ഇറങ്ങുന്നത്. അപ്പോൾ ആ 4 വർഷം ഞാൻ സർവൈവ് ചെയ്തത് ആസ് ആൻ ആക്ടർ എന്നുള്ളൊരു എൻ്റെ ഒരു പ്രൊഫൈൽ ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഡെസ്പറേറ്റ് ആയിട്ട് വേറെ സിനിമകൾ ചെയ്യേണ്ട പോലെയും അന്നേരേക്ക് പ്രൊജക്റ്റായി മാറും. സിനിമയല്ല അത് പ്രൊജക്റ്റാണ്. നമ്മൾ ഒരാൾ നമ്മുടെ വിളിച്ചിട്ട് ഇന്ന ആളുടെ ഡേറ്റ് ഉണ്ട്, ഇന്നൊരു കഥ ആലോചിക്കണം, വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ പേര് പറഞ്ഞിട്ട് ഇയാൾക്ക് വേണ്ടി ഒരു സിനിമ ആലോചിക്കുക എന്നാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ക്രാച്ച് നമ്മൾ അയാൾക്ക് വേണ്ടി സിനിമ ആലോചിക്കുക എന്നുള്ളതാണല്ലോ. പകരം എനിക്ക് തോന്നിയ ഒരു എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഐഡിയ നമ്മളൊരാളെ ഇനി ഈ സിനിമയിൽ ഇയാൾ വന്നാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഇവോൾവായി വരുന്ന ഓർഗാനിക്കായി വരുന്ന സിനിമ എന്ന് പറയുന്നത് അതാണ് സിനിമ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് ആസ് എ ക്രിയേറ്റർ ഇപ്പം ഞാൻ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഈ ഒരു സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം. അപ്പോൾ ഡെഫിനറ്റ്ലി അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്ക് നന്നായിരിക്കുന്നതാണ്. ഇനി തൊട്ട് അല്ലേ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് സിനിമ ഇനി യെസ് പറയേണ്ടി വരുന്ന തോന്നുന്നുണ്ടോ? കോസ്റ്റ്യൂം ചെയ്തുകൊണ്ടിരുന്നപ്പം അന്ന് എങ്ങനെയെങ്കിലും കുറേ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരേ സമയം 2-3 പ്രൊജക്റ്റ് എടുത്തിട്ട് ഉറങ്ങാതെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങനെയല്ലായിരുന്നു എൻ്റെ ഒരു കുറേ വർഷം. വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, ഒരു ഫ്രണ്ട് ഒരു കല്യാണം വിളിച്ചിട്ടുണ്ട് വരാമെന്ന് പറയാൻ പറ്റില്ല, എല്ലാം. എനിക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ടൊരു സിനിമ ഞാൻ നാളെ ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ പോലും അത് ഏറ്റവും സമാധാനത്തിൽ എനിക്കിഷ്ടപ്പെട്ട് എൻ്റെ ചുറ്റുമുള്ളതെല്ലാം കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി മാത്രം ഒരു പടം ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോഴത്തെ ഒരു ഡിസിഷനിലുള്ളത്. രജിഷ സെയിം അതുപോലെയാണോ? എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ ഈ ഡയറക്ഷനിലല്ലോ ആക്ടറായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 100% സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, യു കനോട്ട് സേ കി ഓക്കെ 60ാമത്തെ വയസ്സിൽ റിട്ടയർ ആവാം, അപ്പോൾ പെൻഷൻ കിട്ടും, നമ്മളങ്ങ് സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ ഈ സമയത്ത് വീട് വെക്കാം. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നമ്മളെ കൊണ്ട് ഒക്കാത്തതിൻ്റെ മേളിലേക്കുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ മേൽ അൺഡ്യൂ പ്രഷർ വരും. അപ്പോൾ എനിക്കങ്ങനെ അത്ര വലിയ ആഗ്രഹങ്ങളില്ല.
ഞാൻ പറഞ്ഞത് മണി വൈസ് പൈസ പരമായി എനിക്ക് അങ്ങനെ ഒരുപാട് വലിയ ആഗ്രഹങ്ങൾ പറഞ്ഞ പോലെ കൊട്ടാരവും വണ്ടിയും അങ്ങനത്തെ ആഗ്രഹങ്ങളില്ല. അത് ഞാൻ ലിമിറ്റഡ് ആക്കി എന്ന് വെച്ചിട്ട് അത് ഉള്ളത് മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണല്ലോ. എനിക്കതില്ല. അപ്പോൾ എനിക്കത് ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യം സിനിമയിൽ നിന്ന് വരുന്നില്ല. പിന്നെ സിനിമ എൻ്റെ കരിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന ഒരാളാണ് ഞാൻ. അതായത് ഈ പറഞ്ഞ അനുരാഗിരിക്കും വെള്ളം പോലെ ഒരു ഡ്രീം ഡെബ്യൂ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്നു, നമ്മൾ പറഞ്ഞ അവാർഡ് എല്ലാം കിട്ടിയിട്ട് പോലും 1.5 വർഷം ഞാൻ വീട്ടിലിരുന്നിട്ടുണ്ട്. അൺടിൽ ജൂൺ ഹാപ്പൻഡ്. കാരണം വേറെ നല്ല സിനിമ വരുന്നില്ല. പിന്നെ ജൂൺ വരും, നടക്കും ദൈവമേ എന്നുള്ളൊരു വിശ്വാസത്തിൽ, അല്ലെ പ്രളയം വന്ന് സെറ്റ് ഒലിച്ച് പോയി പറഞ്ഞ പോലെ സിനിമ നിൽക്കുക, ഇനി ആ സിനിമ ഓൺ ആവുമെന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ പോലും ഒരു വിശ്വാസത്തിൽ നമ്മളങ്ങ് ഇരിക്കുക. ജൂൺ വർക്കാവുന്നു, പിന്നെ തുരുതുര കുറച്ച് സിനിമകൾ വരുന്നു, പിന്നെ വെൻ നത്തിങ് ഗുഡ് ഇസ് ഹാപ്പനിങ് നമ്മൾ ഇരിക്കുക. നാളെ 5 കൊല്ലം കഴിഞ്ഞാലും നല്ല സിനിമകൾ വരുമോ ഇല്ലയോ എന്നറിയില്ല. ഈ ഒരു പ്രതീക്ഷയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോപ്പ് എന്നുള്ള വേർഡിലും എങ്ങനെയൊക്കെ പോയാലും ഹാർഡ് വർക്ക് ചെയ്യാൻ 100% റെഡി ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ നമ്മളങ്ങ് പോവുകയാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ അൺഡ്യൂ ഫിനാൻഷ്യൽ പ്രഷർ സിനിമയിൽ നിന്നും വരാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നില്ല എൻ്റെ മേലിൽ എന്നുള്ളതാണ്. കാരണം വന്നാൽ ചിലപ്പോൾ അതിനു വേണ്ടി ഇത് തുടക്കം തൊട്ടേ ഉണ്ടായിരുന്ന ക്ലാരിറ്റി ആണോ അല്ലെങ്കിൽ പതുക്കെ മനസ്സിലായ കാര്യമാണോ? എനിക്കൊന്ന് ഞാൻ 1.5 വർഷം വീട്ടിലിരുന്നപ്പം വന്നൊരു ക്ലാരിറ്റി ആയിരിക്കും. ഞാൻ തുടക്കം തൊട്ട് വേറൊരു കാര്യം എന്താണെന്ന് പറയുമോ, എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ വിഷമിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ ഒന്നാണ്, ഇപ്പൊ സിനിമയൊന്നും ഇല്ല അല്ലേ. അതെന്ന് പറഞ്ഞാൽ കാരണം അതായത് അല്ലേ ഒരാൾക്ക് വേണമെങ്കിൽ നമ്മളെടുത്ത് അടുത്ത പ്രൊജക്റ്റ് ഏതാന്ന് ചോദിക്കാം, അല്ലെ സിനിമ എന്താന്ന് ചോദിക്കാം. ഇപ്പൊ സിനിമയൊന്നും ഇല്ലല്ലേ എന്ന് പറയുമ്പം അപ്പൊ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു വിഷമവും ഡിപ്രഷനും ഉണ്ടല്ലോ. ആ ഒരു സ്പേസ് നമ്മൾ കൊടുത്താൽ പിന്നെ നമ്മൾ അങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോ. വിൻസി ആയി തുടങ്ങിയല്ലേ, ഈ ഫേസ് ആയല്ലേ വിൻസിയുടെ കാര്യത്തിലും? അവാർഡ് കിട്ടിയ അതല്ല ഈ ഫേസ് ആയില്ലേ? അല്ല അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ എന്തിനും ഓക്കെ ആയിട്ടിരിക്കുക. ഇതിൻ്റെ ഒരു കുറേ കൺഫ്യൂഷൻ സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താ എനിക്ക് വരാത്ത, എന്താ ഒന്നും ഇല്ലാത്ത. ഇത് നമ്മളിനി ഗോളൊക്കെ വെച്ചിരുന്നു, ഗോളിലോട്ടൊന്നും എത്തുന്നില്ല, ചാർട്ട് പേപ്പറൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിർത്തി, ആ പരിപാടിയൊക്കെ നിർത്തി. വരട്ടെ, വരുന്നില്ല വേണ്ട, ഈ ഒരു അതിലോട്ട് എത്തി നമ്മൾ. ഇനി ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒന്ന് വന്നു കഴിഞ്ഞാൽ 100% കൊടുക്കുക. അതിൻ്റെ റിസൾട്ടും ഇപ്പം ബോദറിങ് അല്ല, അങ്ങനത്തെ ഒരു രീതിയിലോട്ട് എത്തി സേഫ് ആയിട്ടിരിക്കുന്നു. കണ്ടിന്യൂസ്ലി പ്രൊജക്റ്റ് വേണം എന്നുള്ളൊരു പ്രഷർ മേലിടാണ്ടിരുന്നാൽ മതി. അതായത് ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാനിങ്ങ് ഇല്ലാണ്ടായി എന്നുള്ളൊരു തോന്നൽ എനിക്ക് വേണ്ട. പ്രേക്ഷകൻ അവരെ സംബന്ധിച്ചുള്ള അവരുടെ കുടുംബത്തിലുള്ള അംഗമല്ലേ. എന്താ സിനിമയൊന്നും ഇല്ല, എന്താ ഇവിടെ അല്ല. പക്ഷെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ സിനിമ എന്ന് പറയുന്നത്, നമ്മൾ എന്താ ജോലി ചെയ്യുന്നത് സിനിമയിലാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിനിമ എന്താണ്. അപ്പോൾ അത് പാർട്ടാണ്, നമുക്ക് എന്ന് വിളിച്ചോളാൻ പറ്റില്ല. അല്ല, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, മോളെ പഠിക്കുവാണോ? അല്ല, ഞാൻ പഠിത്തം കഴിഞ്ഞു. അപ്പം മോൾ എന്താ ചെയ്യുന്നത്? ഞാനിങ്ങനെ സിനിമയിൽ അഭിനയിക്കുക. അല്ല അതൊക്കെ, പക്ഷെ എന്താ ചെയ്യുന്നത്? സോ കുറേ പേർക്ക് തോന്നുന്ന ഇത് നമുക്കൊരു അല്ല, അത് അവർക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് അറിയാത്തത് കൊണ്ടാണ്. എത്ര സമയം ഇതിന് വേണ്ടി വരുന്നു എന്നുള്ള 2 മണിക്കൂർ കൊണ്ട് കാണുന്ന ഒരു പ്രോസസ്സല്ലേ, എത്ര ദിവസം എടുത്തുന്നുള്ളതോ ഒന്നും ഇതിന്റെ ഒരു ഫ്രെയിം ബൈ ഫ്രെയിം എത്ര ടൈം എടുത്തിട്ടാണ് ഒരു ഡയറക്ടർ ഒരു സാധനം കൺസീവ് ചെയ്യുന്നത്, ഒരു ഇന്റർപ്രറ്റർ ആയിട്ടുള്ള ഒരു ആക്ടർ എത്ര ടൈം എടുക്കുന്നു, അങ്ങനെയുള്ള ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബേസിലി ക്വസ്റ്റ്യൻ ബേസിലാണ് കേട്ടോ. ആസ് എ ഡയറക്ടർ അല്ലേ, 3 കൺസിക്യൂട്ടീവ് സൂപ്പർ ഹിറ്റ് ഫിലിംസ്, ആക്ടറായിട്ടും അല്ലേ എല്ലാ രീതിയിലും യു സീൻ സോ മെനി ഹിറ്റ് മൂവീസ്. പക്ഷെ ഇതിൻ്റെ ഒരു അടുത്ത ഫേസ് ആയിട്ട് കൂട്ടാൻ പറ്റുമോ? ലൈക്ക് വെൻ യുവർ അസിസ്റ്റന്റ് goes and makes a movie and it's a 100 crore movie, അതിൻ്റെ ഒരു സന്തോഷം, ആ ഫീലിംഗ്, ആ ഹൈ ഇപ്പോൾ RDX ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് പൂർണ്ണമായിട്ട് കിട്ടുന്നത്. അല്ല അങ്ങനത്തെ വിനീതേട്ടൻ ബ്രാഞ്ചസ് ആണല്ലോ, എല്ലാം സൂപ്പർ ഹിറ്റ് ബ്രാഞ്ചസ് ആണല്ലോ ഇങ്ങനെ പറയാൻ വരുമായിരുന്നു. അതെ, വിനീതേട്ടൻ്റെ ഇപ്പോൾ അഭിനവ് സുന്ദർ നായക്, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, ഗണേഷ് രാജ്, പൂക്കാലം, ആനന്ദം, പിന്നെ ഞാനുണ്ട്, പിന്നെ ജൂഡ് ആന്റണി. അപ്പൊ ലൈക്ക് അപ്പൊ അടുത്ത ബ്രാഞ്ചായി, സെക്കൻഡറി ബ്രാഞ്ചായി. അതെ, അപ്പൊ വിനീതേട്ടൻ അത് എൻജോയ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വിനീത് അങ്ങനെ എൻജോയ് എന്ന് പറഞ്ഞാൽ പടക്കമൊക്കെ പൊട്ടിച്ചില്ല, മിന്നൽ മുരളി അങ്ങനല്ല. അപ്പൊ RDX ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ആദ്യം കണ്ടപ്പോൾ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി, ഇങ്ങനെ എല്ലാവരും, ഞാൻ ഫുൾ പാക്ഡ് തിയേറ്ററിലാണ് കണ്ടത്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അല്ലല്ല, ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല കാണുന്നുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ, അപ്പോൾ ഫോട്ടോ എടുക്കാൻ 1-2 പയ്യന്മാർ വന്നു. അപ്പോൾ അവർ ഇങ്ങനെ സംസാരിച്ചു, പടം ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ സൂപ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഡയറക്റ്റ്. ഞാൻ ഇങ്ങനെ നമ്മൾ
നമ്മളിങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് അതിൻ്റെ എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ മോനെ അത് ചെയ്തതെന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു ഫീലിംഗ് ആണ് അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന. അങ്ങനെ അത് ഭയങ്കര ഫീലിംഗ് ആയിട്ട് തോന്നി. അത് എന്താ പറയുക, ഒരു അങ്ങനെ ഒരാൾ ഭയങ്കര സക്സസ്ഫുൾ ആണ്. അപ്പം തന്നെ ഞാൻ ഇവനെ വിളിച്ചിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വരാൻ പറഞ്ഞ് ഞാൻ ഒരു കേക്കൊക്കെ മേടിച്ച് വെച്ച് ഫുൾ സർപ്രൈസൊക്കെ ആക്കിയിട്ട് കേക്ക് വന്നപ്പോഴേക്കും കേക്കൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് അങ്ങനെ ഞാൻ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. എനിക്ക് ജെന്യുവൻലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അത്. ആ ഒരു എന്താ പറയുക, അവൻ്റെ ഒരു സക്സസ് അത് എന്താ പറയുക, നമുക്കതൊരു നമ്മുടെയും കൂടെ അച്ചീവ്മെൻ്റ് ആണല്ലോ അത്. അപ്പോൾ എല്ലാവരും അങ്ങനെ എത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ ഇനിയിപ്പോൾ വേറെ 2-3 പേര് ഇപ്പോൾ അടുത്ത വർഷമൊക്കെ ആയിട്ട് ഇനി ആ സീസണാണ്. ഇപ്പം എൻ്റെ തൊട്ട് താഴെയുള്ള ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള സീസണാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞിപ്പോൾ ബേസിലേട്ടനിൽ നിന്ന് പ്രതീക്ഷിച്ച് പടം കണ്ടു കഴിഞ്ഞിട്ട് ബേസിലേട്ടൻ മറ്റേടാ ഇന്നൊക്കെ ഓക്കെ ഇന്നൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനൊരു ക്രിട്ടിക് മൈൻഡിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. ബേസിലേട്ടൻ പക്ഷേ ഒന്നുമില്ല, എന്നെ ഫോണിൽ വിളിച്ചിട്ട് മറ്റേ കാർ കൂവിയാണ് പറയുന്നത്, എടാ അടിപൊളിയിടാ, മറ്റേ റിക്ലൈനർ സീറ്റിലാണ് കണ്ടത്, അവിടെ ഉള്ള ആൾക്കാരെ കൈയടിക്കാൻ ഭയങ്കര പാടാണ്, അവരെല്ലാവരും കൈയടിച്ച് പടം കണ്ടു, നീ വാ എനിക്ക് ഇതിൻ്റെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മൂഡായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ തിയേറ്ററിൽ ആ കൈയ്യടി കിട്ടുന്നതിൻ്റെ അത്ര സന്തോഷമായിരുന്നു. കാരണം ഒട്ടും ഓക്കെ അല്ല പെട്ടെന്ന് ഓക്കെ പറയാനൊക്കെ. പിന്നെ ഞാൻ ആദ്യമായിട്ടൊക്കെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊക്കെ കൊടുത്തിട്ട് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിയൊരു നോട്ടമുണ്ട്, ഇത് ചെയ്താൽ നീ ഫീൽഡ് ഔട്ട് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഞാൻ മറ്റേ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ ഏതാ ആദ്യമായിട്ട് എഴുതി കൊണ്ടുപോവാ, 6-7 മാസം പണിയെടുത്ത് ബേസിലോട്ട് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആകാൻ പോവാ. അപ്പോഴത്തെ കോമഡി എന്ന് പറയുന്നത് ഇപ്പോൾ പറയേണ്ട ഏതാണ്, ഞാൻ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റും മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് കോമഡി. എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ഇത് നീ ചെയ്താൽ നീ ഫീൽഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എന്നാൽ അടുത്ത എന്തെങ്കിലും ഓക്കെ ഇനി ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇല്ല പോയി കഴിഞ്ഞു. അത് വായിച്ചിട്ട് അങ്ങനത്തെ ആളാണ്. അപ്പം ഞാൻ മറ്റേ ബ്രൂട്ടലായിട്ട് എന്നെ കൊല്ലും എന്നുള്ള സാധനം ഉണ്ടല്ലോ, മറ്റേ ഗിമ്മിക്കിലൊക്കെ രക്ഷപ്പെട്ടു പോയി ഒരു പടം എന്നൊക്കെ പറയുന്നതൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് പോലെ ഫീൽ ചെയ്തായിരുന്നു. അതായത് ഭയങ്കര സന്തോഷം. അല്ല, പച്ചയ്ക്ക് പറയേണ്ടവരടുത്ത് പച്ചയ്ക്ക് അങ്ങനെ കൊന്നാലേ എന്തെങ്കിലും നന്നായിട്ട്, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് കുഴപ്പമില്ലടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലതാണെന്ന് അവർ വിചാരിച്ചാലോ. അപ്പോൾ ഇത് കൊള്ളൂല നീ ഫീൽഡ് ഔട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതലൊന്നും ആലോചിക്കാനില്ല. അത് സ്ക്രിപ്റ്റ് ശരിക്കും കൊള്ളൂലാത്തോണ്ടാണെന്ന് പറഞ്ഞത്. അല്ല, അത് കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് അവൻ ആഡിയൻസ് എടുത്തില്ലേ. അല്ല, ഓണത്തിന് ഓണം വിന്നറായില്ലേ. അപ്പൊ അത് ശരി. ആ ഡേയ്സിൽ ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മിസ്റ്റേക്ക് ഇപ്പൊ ഈ പറയുന്ന അതെ അത് നമ്മൾ അതിന് കുറ്റം കുറവ് കണ്ടുപിടിക്കേണ്ട കാര്യം. ഈ പറയുന്ന ലാസ്റ്റ് ബാബു ആന്റണി കുറച്ചുകൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മളാ, പക്ഷെ ഡെഫിനറ്റ്ലി അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ സീനിയർ ആക്ടറാണ്, ആക്ഷൻ ചെയ്യുന്നതിനും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതെനിക്ക് കുറച്ചുകൂടെ അതൊരു ആ സിനിമ കണ്ടിഷ്ടപ്പെട്ട ഒരു ഓഡിയൻസിന്റെ എക്സൈറ്റ്മെന്റിൽ തോന്നിയതാണ്. ഉച്ചനേരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ. ആ മൊമെന്റ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെ വന്നു, ആ മേലെ സാധനം എങ്ങനെ എടുത്ത് പുള്ളിയുടെ കയ്യിലേക്ക് ബാബു ചേട്ടൻ ആ ടീമിൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായ മതി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. കാരണം ആളിറങ്ങി അടിക്കണം എന്നുണ്ടെങ്കിൽ ഈ പടം നേരത്തെ തീർന്നേനെ, നേരത്തെ ഇറങ്ങി. അപ്പം ഞാനത് അത്രയും മതി, കാരണം പിള്ളേരെ വിട്ടിട്ട് ആശാൻ പുറകെ നിന്നാൽ മതി എന്നുള്ള മൈൻഡായിരുന്നു എനിക്ക്. പിന്നെ ഒരു സാധനം പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അടുത്ത് പടം ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയാ, അത് ആ കൊച്ചിനെ ഉപദ്രവിച്ച ആളുണ്ടല്ലോ, അത് കൊച്ചിൻ്റെ ചെയിൻ വലിച്ചു പൊട്ടിച്ച ആ, അപ്പൊ അയാളെ ഈ മറ്റേ ഇവര് പോയി അടിച്ചത് അത്ര കുറഞ്ഞു പോയി എന്നൊരു തോന്നല് എൻ്റെ ഉള്ളിൽ അച്ഛൻ ഉണർന്നു അവിടെ, പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ. അവന് പിടിച്ച് റോട്ടിലിട്ട് ഒരച്ച് ചവിട്ടി, ഒരു സൈക്കോ അച്ഛൻ റോട്ടിലിട്ട് ഒരച്ച എന്നെ വെറുതെ വിടുന്നൊക്കെ കരയുന്ന പോലത്തെ അത്രയും കൊണ്ട് പീഡിപ്പിച്ച് ഇച്ചിരി മുഖത്തിന് 4 ഇടി കൊടുത്തിട്ടങ്ങ് വിട്ടു. അപ്പോൾ റോണി ചേട്ടാ, ഈ കൊല്ലം ഞാൻ ഒരുമാതിരി കണ്ട സിനിമേനെക്കാട്ടും അല്ലേ, അതിനെക്കാട്ടും ഇമോഷണലായിട്ട് അതിനെക്കാട്ടും ഒരു മാസ് സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നിയത് എനിക്കാണ് റോണി ചേട്ടൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് അല്ലേ. അതിപ്പോൾ എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് അറിയില്ല, പക്ഷേ യു ഹാവ് ടു നറേറ്റ് ഫോർ ദം ടു ഹിയർ ഇറ്റ്. അറിയോ കഥ അറിയോ? ഫാദറിന്റെ അത് അപ്പൊ ഒന്ന് പറ, റോണി ചേട്ടൻ അച്ഛൻ തന്നെ അതൊന്നുമില്ല. അത് ഫാദർ എന്താ പറയുക 88 കാലഘട്ടത്തിലാണ് മഹായാനം എന്ന് പറഞ്ഞ സിനിമ ജോഷി സാറിനെ വെച്ച് ചെയ്തത്. അന്ന് ലോഹി സാറായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ തനിയാവർത്തനം, കിരീടം തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ലോഹിയേട്ടൻ ചെയ്ത സ്ക്രിപ്റ്റാണ്. ഫാദറിന് തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പടത്തിൻ്റെ ഇപ്പോൾ ഫാദറിന് അറിയില്ല എൻ്റെ ഒരു ഫിനാൻഷ്യൽ പീരീഡ് ഇങ്ങനെയാണ്
ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് പല പല ഷെഡ്യൂളായി. ഇപ്പോൾ മമ്മൂക്ക മൃഗയെ ചെയ്തു, വടക്കൻ വീരാജ് ചെയ്തു, അങ്ങനെ വീണ്ടും പല പല ആക്ടേഴ്സിന് വേണ്ടി പറഞ്ഞ പോലെ തന്നെ നേരത്തെ ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഷെഡ്യൂൾ ബ്രേക്ക് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ഒരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾക്കൊന്ന് 8 വയസ്സ്, റോബിക്ക് 4 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഒരു ബഡ്ജറ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിന്നൽ മുരളി ഒരു 10 കോടിക്ക് പകരം ഒരു 50 കോടിക്ക് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ഒരിക്കലും തിരിച്ച് റിട്ടേൺ കിട്ടാത്തൊരവസ്ഥ എത്തുമല്ലോ ഓരോ സിനിമകൾക്കുണ്ടല്ലോ ഒരു ബഡ്ജറ്റ്. അപ്പോൾ ആ രീതിയിലോട്ട് ഞാൻ പറഞ്ഞ 50 കോടി എന്നല്ല, അന്ന് ആ പടത്തിൻ്റെ ബഡ്ജറ്റ് നിൽക്കുന്നതിൻ്റെ 3 മടങ്ങായി. അൺഫോർച്ചുനേറ്റ്ലി തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ ഈ തിയേറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് നടത്തിക്കൊണ്ടിരുന്ന പ്രസ്ഥാനം അതും ഒരു പാർട്ടി സംബന്ധപ്പെട്ട പ്രശ്നമായിട്ട് തിയേറ്റർ നിന്നു തൽക്കാലത്തേക്ക് നിന്നു. അപ്പോൾ ഈ ഫണ്ട് ഫ്ലോ മൊത്തത്തിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ പിന്നെ വീട് വിൽക്കുക എന്നുള്ള പ്രോസസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മളങ്ങ് നാട് വിടുകയാണ് പിന്നെ മാർഗമുള്ളൂ. അന്നത്തെ കാലത്തൊക്കെ ചെറിയ സിനിമ എടുത്ത് കുത്തുവാല എടുക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരുമാതിരി ഇപ്പോഴൊക്കെ പിന്നെയും കുറച്ചും കൂടി ആൾക്കാർ കുറേ കൂടി ഒരു എന്താ പറയുക കുറച്ചും കൂടി നല്ലൊരു അന്ന് പിന്നെ ആ ഒരു രീതി അങ്ങ് അത്ര മോശം. അപ്പോൾ നമുക്കിതിനെ കുറിച്ചൊരു വിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് മമ്മൂക്കയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ ദൂരദർശൻ പറയുമ്പോൾ ഞാൻ തുള്ളിച്ചാട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് വാടക വീട്ടിലോട്ടൊക്കെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ 34 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതേ നായകനല്ലേ നമ്മൾ പറയില്ലേ അതേ ആള് തന്നെ വീണ്ടും റോബി ഡയറക്റ്റ് ചെയ്യല്ലേ. അന്ന് സെയിം ഹീറോ എന്നുള്ളതാണ് എൻ്റെ മാസം. അപ്പോൾ നമ്മളെന്താ പറയുക, ഞാനിപ്പോൾ അന്ന് ക്ലബ് എഫ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഓസ്കാർ കിട്ടിയ പോലും നമുക്ക് ആ സന്തോഷത്തിനൊപ്പം ഒന്നും നിൽക്കില്ല. ഒന്നാമത്തെ കാര്യം മമ്മൂക്ക തന്നെ അതിനകത്ത് നായകനായെന്നുള്ളതിനേക്കാൾ ഉപരി പപ്പയമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഇത് നടന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. നമ്മളിപ്പോൾ ഷാറൂഖ് ഖാനൊക്കെ പല ഇൻ്റർവ്യൂസും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും വേണ്ടത് എൻ്റെ വാപ്പി അല്ല എൻ്റെ വാപ്പച്ചി ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുണ്ടായിരുന്ന സമയത്ത് നടന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. വേറെ ഒന്നിനും പകരം വയ്ക്കാൻ പറ്റില്ല. അഖിൽ എങ്ങനെ വീട്ടിലെങ്ങനെ കണ്ടേക്കണേ? ഒരു അച്ഛൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമും അച്ഛൻ്റെ അത്രയും ഹിറ്റാവല്ലാത്തൊരു ഫിലിമും ആ 2 ഇയേഴ്സ് എങ്ങനെയായിരിക്കും ഡിഫറൻസ്? അച്ഛന് വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അച്ഛൻ ഈ പറഞ്ഞ പോലെ അച്ഛൻ എപ്പോഴും ഒരു പുതിയ സിനിമ ഉണ്ടാക്കുന്ന ആളുടെ കൊതിയുണ്ട്. പറയുമ്പോൾ 40 വർഷം ഒരു കരിയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏത് കരിയർ ആണെങ്കിൽ പോലും ഉണ്ടോ, സിനിമ മാത്രമല്ല ഡയറക്ഷൻ ഉള്ളത്. ഞാൻ കേട്ടത് പൈലറ്റിൻ്റെ അത്രയും സ്ട്രെസ് ഉള്ള പണിയാണ്, അങ്ങനെ എവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ 40 വർഷം ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. അതും അച്ഛൻ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ദുൽഖർ ആ സെക്ഷൻ കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ ഇപ്പോഴും നല്ലൊരു പാട്ട് കാണിച്ചാലും ചുമ്മാ റാൻഡം ഒരു സാധനം കാണിച്ചാലും അച്ഛന് ഭയങ്കര കൊതിയാണ് സിനിമ ഉണ്ടാക്കുക. ആ കൊതിയാണ് അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ബേസിൽ പറഞ്ഞല്ലോ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് പടം പോലെ ചെയ്യാനുള്ളൊരു ആ ഡെബ്യൂട്ടൻ ഫീൽ ഉണ്ടായി മാത്രമാണ് കണ്ടന്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞതൊന്നും ഫാക്ടറല്ല. ഞാൻ പ്രകാശങ്ങൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര സക്സസ് അച്ഛൻ കണ്ടിട്ട് ഇപ്പോൾ മകൾ എന്നുള്ള സിനിമയ്ക്ക് അത്ര ഇതെല്ലാം. പക്ഷെ നമ്മൾ അവിടെ വീഴാതെ അടുത്തത് എങ്ങനെ ഇംപ്രസീവ് ആക്കാന്നുള്ളൊരു കൊതിയുണ്ടല്ലോ. ഒരു പുതിയ അൾട്ടിമേറ്റ് എല്ലാവരും ന്യൂ കമേഴ്സ് ആണ്. ഇനിയിപ്പോൾ ഞാൻ പോലും എല്ലാവരും ആ കൊതിയോടെ സിനിമ ഉണ്ടാക്കിയാൽ ആ പാഷൻ കറക്റ്റ് ആണെങ്കിൽ എഫേർട്ട് കറക്റ്റ് ആണെങ്കിൽ അത് ഒബ്വിയസ്ലി അത് മാത്രമാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആൻസർ എന്ന് പറയുന്നത്. ആ കൊതി ഉണ്ടാവാനുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ എല്ലാവർക്കും. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, വാട്ട് ഈസ് വൺ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദി ഇൻഡസ്ട്രി നെക്സ്റ്റ് ഇയർ? ഒരു വൺ പോസിറ്റീവ് ചേഞ്ച് എന്തായിരിക്കും 2024? ആലോചിക്കണമെങ്കിൽ സമയം എടുത്താൽ കുഴപ്പമില്ല. നന്നായി പ്രൊമോട്ട് ചെയ്യണം പടം. ഞാൻ നന്നായി കേട്ടോ. വേറെന്തോ എൻ്റെ പടങ്ങൾ നന്നായി പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരിലോട്ട് എത്തിക്കണം എന്നുള്ള കൊതി എനിക്കുണ്ട്. നമുക്ക് പറ്റാവുന്ന രീതിയിലല്ലാതെ പ്രൊഡക്ഷൻ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ബൂസ്റ്റപ്പ് വിത്തൗട്ട് സ്റ്റാർസ് സൂപ്പർ ഹിറ്റ്സ് ഉണ്ടാവാന്നുള്ളത്. ഇപ്പോൾ ജയ എന്നുള്ള സിനിമ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന മൊത്തം സിനിമാക്കാരെ ഹാപ്പി ആയിരുന്നു. ജയ ഹിറ്റ് ആയപ്പോൾ എവറി ഫിലിമൊക്കെ അല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് സൂപ്പർ സ്റ്റാർസ് ഇല്ലാതുള്ള ഹിറ്റ്സ് RDX രോമാഞ്ചം ഇതൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന 2018 ആണെങ്കിൽ പോലും അതിനകത്ത് പോലും സിനിമയാണോ ഹിറ്റാവുന്നത്. സിനിമകൾ ഹിറ്റാവുന്ന കാലം തിരിച്ചു വരാമെന്നുള്ളതാണ് പ്രതീക്ഷ. അത് അങ്ങോട്ട് എത്തിയെന്ന് തോന്നുന്നു. നമ്മുടെ ലിമിറ്റ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാർ പറയല്ലോ നമുക്ക് സിനിമ ഉണ്ടാക്കാതെ OTT ആ കാലം കഴിഞ്ഞു. OTT ബിസിനസ് ഒന്നും ആരും വാങ്ങിക്കുന്നില്ല. സാറ്റലൈറ്റ് വിറ്റ് പോകുന്നില്ല. അത് കഴിഞ്ഞു. ഇനി അൾട്ടിമേറ്റ്ലി തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാന്നുള്ളതാണ് ചാലഞ്ച്. അതും എല്ലാ രീതിയിലും സിനിമകൾ ഉണ്ടാവാന്നുള്ളത്. അപ്പോൾ സ്റ്റെഫി സിനിമ പോലെയും RDX പോലെ എല്ലാം മിക്സ് ചെയ്ത് ആൾക്കാർക്ക് ട്രീറ്റ് കൊടുക്കുക, തിയേറ്ററിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. OTT കണ്ടന്റായിട്ട് മത്സരിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി തിയേറ്റർ നിറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സും ഒരു വാവ് ഫാക്ടർ ഉണ്ടല്ലോ. അതിപ്പോൾ ചെറിയ സിനിമ ആണെങ്കിൽ നമ്മൾ 2 രീതിയിലും നമ്മൾ എത്തുക വിത്തൗട്ട് സൂപ്പർ സ്റ്റാർസിനെ ഹെൽപ്പ് ചെയ്യാതെ പോകാന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ കണ്ണുറക്കുന്നുള്ളതാണോ അല്ല. ഞാൻ എല്ലാം അൾട്ടിമേറ്റ്ലി തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന
എനിക്കിഷ്ടം ശരിക്കും ഈ പറഞ്ഞ ഞാൻ കൊതിയോടെ ഈ സിനിമകൾ സ്റ്റാർസിൽ അതോടുന്നാണ് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ ഓടുമ്പോൾ സന്തോഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ മലയാള സിനിമ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ കമൽ സാറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അൾട്ടിമേറ്റ്ലി ആൾക്കാർ നോക്കിയിരുന്നത് അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും ഇവിടുന്ന് പാൻ ഇന്ത്യൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞു സിനിമകൾ അങ്ങോട്ട് എത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫഹദൊക്കെ പറയാറുണ്ട്, ഫഹദ് ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് ഫഹദിനെ എപ്പോൾ നോക്കിയാലും ഫോണിൽ എല്ലാവരും വിളിക്കും. നമ്മൾ കണ്ട എല്ലാ ഗൂഗിൾ പേജിൽ ആൾക്കാരും ഫഹദ് വിളിക്കും. പക്ഷേ അങ്ങോട്ടൊന്നും പോലെ പുള്ളി ഇവിടെ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നു, ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് ടു ദ ബേസിക്സ് എന്നുള്ളതാണ് നമ്മുടെ അതിലേക്ക് ഉറച്ചു വെക്കുക, നല്ല സിനിമ ഉണ്ടാക്കുക മാത്രമേ. അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ഇപ്പോൾ എല്ലാവരും ഈ പറയുന്ന ഒരു മാസ് സിനിമയാണ് ഇനി തിയേറ്ററിൽ വർക്കാൻ പോകുന്നു എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഡിസീവ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ലൈക്ക് എല്ലാ സിനിമയും തിയേറ്ററിൽ ആൾക്കാർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണെങ്കിൽ അത് വർക്കാവും. അപ്പോൾ കംപ്ലീറ്റ് എല്ലാവരും ഈ പറയുന്ന ആക്ഷൻ സിനിമകൾ തന്നെ ഉണ്ട്. ഇപ്പോൾ ആർഡിയക്സ് പോലത്തെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ കുറച്ച് അങ്ങനത്തെ സിനിമകൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും ഈ പറഞ്ഞ ഇപ്പോൾ അഖിൽ പറഞ്ഞ പോലെ കുറെ കൂടെ എന്താ പറയുക ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള സിനിമകൾ ആലോചിക്കണം. നോട്ട് ജസ്റ്റ് മാസ് ഈ പറയുന്ന വലിയ സ്കെയിലുള്ള സിനിമ. സ്കെയിൽ മാത്രമല്ല ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനുള്ള സിനിമ എന്ന് പറയുന്നത്. അതിലിപ്പോൾ ചിലപ്പോൾ ഒരു ജോണർ സിനിമയാവാം, ഈ പറയുന്ന ഒരു ഹൊറർ കോമഡി ആവാം, ഒരു ആക്ഷൻ കോമഡി ആവാം, അല്ലെങ്കിൽ ഒരു റൊമാൻസ് ആവാം, റൊമാൻറ്റിക് കോമഡി ആവാം. അപ്പോൾ എല്ലാം ഇതിൽ ആൾക്കാരെ എൻഡ് ഓഫ് ദ ഡേ ആൾക്കാരെ കാറ്റർ ചെയ്യും. അപ്പം അത് നമ്മളത് എല്ലാവരും ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഈവൻ സൂപ്പർ സ്റ്റാർസ് ആണെങ്കിൽ പോലും മേ ബി ആക്ഷൻ എന്നുള്ളത് മാത്രം എന്നല്ലാതെ എല്ലാത്തിലേക്കും ട്രൈ ഔട്ട് ചെയ്യുക. ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഇമോഷണൽ ഡ്രാമ ചിലപ്പോൾ ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുമായിരിക്കും. ഒരു ആൾക്കാരെ ഇപ്പോൾ പഴയ പോലത്തെ ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു ദശരഥം പോലത്തെ ഒരു സിനിമ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെ ഒരാൾ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു OTT പ്രിഫേർഡ് സിനിമയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള അവരെല്ലാവരും ഒരു കൊളാബറേറ്റീവായിട്ട് മൊത്തത്തിൽ എന്താ പറയുക ആൾക്കാരിപ്പോൾ മറ്റേതിലേക്ക് ഭയങ്കരമായിട്ട് OTTയും അല്ലെങ്കിൽ കുറെ കൂടെ ആ കൺവീനിയൻസ് സോണിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസിന് നല്ലത് കൊടുത്താൽ വരും, പക്ഷെ അവർക്ക് വീണ്ടും നമ്മൾ എന്താ പറയുക റീട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല സിനിമ കൊടുത്തിട്ട്, നല്ല ഡിഫറെൻറ്റ് ഡൈവേഴ്സിഫൈഡ് സിനിമ കൊടുത്തിട്ട്. നമ്മൾ ഒരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് രോമാഞ്ചം പോലത്തെ സിനിമ അല്ലെങ്കിൽ RDX പോലത്തെ സിനിമ, JJK പോലത്തെ സിനിമ അല്ലാതെ നമ്മളെല്ലാവരും രോമാഞ്ചവും RDXും JJK ഉണ്ടാക്കാൻ നോക്കണം. പുതിയ ട്രെൻഡ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം. ആർട്ടിസ്റ്റ് വൈസ് വലിയ സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിലും കുറച്ചും കൂടെ കണ്ടന്റ് എന്ന് പറയുന്ന വാക്ക് തെറ്റാണല്ലേ, സിനിമ കഥകൾ. ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് സംസാരിച്ചപ്പോൾ കേട്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ സത്യൻ സാറായാലും പ്രിയദർശൻ സാറായാലും ഇവരെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് സിനിമ ചെയ്ത ആളുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അവർ പറയുന്ന സിനിമ കഥകൾ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അന്നത്തെ ഭയങ്കര രസമുള്ള കഥകളുണ്ട്. ബിക്കോസ് അവർ ഭയങ്കര എൻജോയ് ചെയ്ത് ഈ പറയുന്ന പ്രശ്നങ്ങളും പ്രഷറും ഇല്ലാതെ ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. അന്ന് നല്ല നല്ല സിനിമകൾ വന്നിട്ടുമുണ്ട്. ഈ ഫോർമുലകളും പല പരിപാടികളും നിർബന്ധിതമായി നമ്മൾ അപ്ലൈ ചെയ്യാതെ അവരുടേതായ രീതിയിൽ ചെയ്ത കുറേ നല്ല സിനിമകൾ ഇന്നും പറയുന്ന പോലെ എല്ലായിടത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഫോർമുല അവിടെ ഇത് ചെയ്തു അല്ലെങ്കിൽ ഇവിടെ ചെയ്തു, അപ്പോൾ ഈ ഒരു സിനിമ ഹിറ്റായി, ഇതുപോലെ ഇനി ഒരു 10 പടം ഇപ്പോഴത്തെ ഈ പ്രീ പ്രൊഡക്ഷൻ ഇപ്പോൾ ഇതിനെ വെച്ചിട്ടായിരിക്കും. അങ്ങനെ അല്ലാതെ ജെന്യുവൻ ആയിട്ടുള്ള സിനിമകളും കഥകളും വരികയും അങ്ങനെ ഒരു കാലം 2024 അങ്ങനെ ആവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കും. അല്ല, എനിക്ക് ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം ആ ചേഞ്ചിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ രോമാഞ്ചം ഈ വർഷം ഓടുന്നു, മധുരമനോഹരം ഓടുന്നു, RDX ഓടുന്നു, പാച്ചുമല എല്ലാം ആളുകൾ സ്വീകരിച്ച ഇത് പല പല ജോണറുകൾ, കണ്ണൂർ സ്ക്വാഡ് എല്ലാ തരം ജോണറുകളും ആളുകൾ ഇപ്പം തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇതിങ്ങനെ അങ്ങ് മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിലിപ്പോൾ എല്ലാം ഉണ്ടല്ലോ, ഇതിലിപ്പോൾ ഏത് ജോണറാണ് മാറി നിൽക്കുന്നത്, എല്ലാം ഉണ്ട്. അതാണ് ചിലപ്പോൾ മുന്നേ അങ്ങനെ അല്ലായിരിക്കും. ഇപ്പോൾ എല്ലാ പടങ്ങളും എനിക്ക് തോന്നുന്നു അങ്ങനെ തിയേറ്ററിലേക്ക് ആൾ വരായികയൊന്നുമില്ല. അപ്പോൾ എന്താണ്, ആളുകൾക്ക് മിനിമം അവർ കാണേണ്ട കണ്ടന്റ് അവർ വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും. അതിൻ്റെ തെളിവാണ് ഈ പടങ്ങളെല്ലാം. ഇതിങ്ങനെ നമ്മൾ മേക്കേഴ്സ് സൈഡിൽ നിന്നും നമ്മൾ ചെയ്യുന്ന ജോണറിനോട് നീതി പുലർത്തി നമ്മൾ കറക്റ്റായിട്ട് ഓഡിയൻസിനെ കണ്ട് ഡെലിവറി ചെയ്യുക, അവർ തിയേറ്ററിൽ വരും. അപ്പോൾ ഇത് നല്ല ട്രെൻഡായിട്ട് കാണുന്നു. ഇതങ്ങനെ അങ്ങ് മുന്നോട്ട് പോട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇനി ഒരുപാട് റൈറ്റേഴ്സ് മുന്നോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ്സ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ പോലും ഇനി ഒരുപാട് സ്ക്രിപ്റ്റ്സ് വായിക്കാനും ഇനി റൈറ്റേഴ്സിൻ്റെ ഒരു അഭാവം, അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഇരുന്ന് എഴുതാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പം ഒരു ദിവസം അഭിനവിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അഭിനവ് പറയുന്നു ബ്ലാങ്ക് പേപ്പറിൽ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി, നമുക്ക് റീറൈറ്റ് ചെയ്യാനും അത് കുറച്ചും കൂടി എളുപ്പമാണ്. ടു റൈറ്റ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു റൈറ്റേഴ്സ് ഇനിയും
നമ്മുടെ ഇൻഡസ്ട്രി. കാരണം നമ്മുടെ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും അതിനാണ്. As a writers ഏറ്റവും നല്ല സ്ക്രിപ്റ്റ്സ് വരും ആൻഡ് റൈറ്റേഴ്സിനെ ഏറ്റവും ബഹുമാനിക്കുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പല സ്ഥലത്തും ഞാൻ കണ്ട ബാക്കിയുള്ള ലാംഗ്വേജിലൊക്കെ ഞാൻ കണ്ടൊരു പ്രവണത എന്ന് പറഞ്ഞാൽ റൈറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് റൈറ്റ്സ് മേടിച്ചിട്ട് സ്ക്രിപ്റ്റ് മേടിച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ സെറ്റിൽമെന്റിൽ അല്ലെങ്കിൽ ഡയറക്ടറിന്റെ പേരായിരിക്കും ചിലപ്പോൾ റൈറ്ററിന്റെ പേരിൽ വരുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇൻഡസ്ട്രീസും ഉണ്ട്. പക്ഷെ മലയാളത്തിൽ അന്നും ഇന്നും നമ്മൾ റൈറ്റേഴ്സിനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന, അതെ ഈക്വലി ബഹുമാനിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഐ വോണ്ട് ടു സീ മോർ റൈറ്റേഴ്സ്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ വരണമെന്നും. എനിക്ക് ഞാൻ ബേസിനോട് പറഞ്ഞു ജയഹേല് ദർശന ആ കിക്ക് ചെയ്യുന്നത് ആസ് എൻ ആക്ടർ എനിക്ക് അത്രയും സന്തോഷം തന്ന ഒരു മൊമെന്റ് ആണ്. ടു സീ എ വുമൺ ഫൈറ്റിംഗ് ആൻഡ് ടു മേക്ക് ഇറ്റ് ലുക്ക് ഗുഡ്. അത് ആൻഡ് ആൾക്കാർ നമ്മളെല്ലാവരും ഓഡിയൻസ് ക്ലാപ്പ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ആ ഒരു ഹൈ മൊമെന്റ്. ഇപ്പോൾ RDX പോലെ ചാർലീസ് ഏഞ്ചൽസ് പോലെ ഇനി ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെയിൽ സൂപ്പർ സ്റ്റാർസ് വരുന്ന സിനിമകളിലും ഈ വരുന്ന ആക്ട്രസസിന്റെ പോർഷൻസ് അത് എത്ര സ്ക്രീൻ ടൈം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതും പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് വരണം എന്നുള്ളൊരു ഇങ്ങനെ മലയാളത്തിൽ കുറച്ചുകൂടി ഒരു സെൻസറായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കണ്ട് സ്ഥിരം ഒറ്റി കൊടുക്കുന്ന കൊല്ലുന്ന ഇന്റർവ്യൂ ആണ് കുറെ നാളായിട്ട്. ഒരു വില്ലനെ കാണിക്കുമ്പോൾ കാണുന്ന എല്ലാവരും ഇത് എന്നോട് അച്ഛൻ പറഞ്ഞു ഈ വില്ലന്മാരുടെ ലൈഫ് ആലോചിച്ചു ഇങ്ങനെ ഗുണ്ടകളുടെ ലൈഫ് പോട്ട് മാമ വീട്ടിൽ പോയിട്ട് മൊത്തം വാങ്ങി തിരിച്ചു അവരുടെ ഫാമിലി ലൈഫ് ആലോചിക്കാൻ വന്നു പോയിട്ട് അടി വാങ്ങി തിരിച്ചു വരുന്നു. അത് ചാക്ക് നോക്കുന്നു, കൈയടിക്കുന്നു, ഇന്ന് ആരെ 10 മണിക്ക് ഒറ്റ കൊടുക്കുന്ന കൊല്ലുന്നുണ്ടല്ലോ. അത് ഇതെല്ലാം ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടുള്ള ആക്ഷൻ സിനിമകളും ത്രില്ലേഴ്സും ആയിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തന്നെ ഒരു ടോർച്ചർ അടിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മലയാള സിനിമ മാറിക്കഴിഞ്ഞു. ഇതിങ്ങനെ തന്നെ പോയാൽ മതി പറഞ്ഞു. അല്ലേ ഭയങ്കര രസമായിട്ടാണ് പോണേ. എൻ്റെ അടുത്ത് ഞാൻ ഐഡിയുടെ തെലുഗു ഫിലിം ആ ഡയറക്ടർ ചോദിച്ചത് രക്ഷ മിന്നൽ മുരളിയുടെ ബഡ്ജറ്റ് എത്രയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു സെക്കൻഡ്, ഹലോ മിന്നൽ മുരളിയുടെ ബഡ്ജറ്റ് എത്ര? എനിക്കറിയുന്ന കൺട്രോളർ ഇല്ല ബേസില്ല എന്നെ കൺട്രോളർ വിളിച്ചു. അപ്പോൾ പുള്ളി പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇത്രയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു നല്ലൊരു ബഡ്ജറ്റ്, കാരണം നമ്മളെ മലയാളം ഇൻഡസ്ട്രി ആണ്. അപ്പോൾ പുള്ളി ഇത്രയേ ഉള്ളൂ. അപ്പൊ പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ബഡ്ജറ്റിൽ മിന്നൽ മുരളി പോലെ ഒരു സിനിമ വന്നു എന്നുള്ളത്. അപ്പം അത് പോസിബിൾ ആവുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. സി ദാറ്റ് ഇസ് മൈ പോയിന്റ്. ഇപ്പം അതേ സിനിമ ഇനിയും കോടികൾ മുടക്കി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിന്നൽ മുരളി ഇനി ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുന്നു? അത് ഇനി കാശിട്ടതുകൊണ്ട് അത് ബെറ്റർ ആവാൻ പോകുന്നില്ലല്ലോ. ഇല്ല. സോ ദാറ്റ്സ് ബിക്കോസ് എക്സാക്ട്ലി മൈ പോയിന്റ്. അപ്പൊ അത് പോസിബിൾ ആവുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. രജീഷ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ രക്ഷിത് ഷെട്ടിയുടെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി ക്ലിയർ ആയിട്ട് പറഞ്ഞാണ് ആക്ച്വലി ഈ റൈറ്റേഴ്സിനാണ് ശരിക്കും പറഞ്ഞാൽ പേയ്മെന്റ് കുറവ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പരിപാടി എന്നല്ല, ഞാൻ പറഞ്ഞു പുള്ളി പറയായിരുന്നു ആ എല്ലാവരും മറന്നു വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ ലേ ചെയ്യുന്ന ആൾക്കാർക്കാണ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർലി അവർ ഫിനാൻഷ്യലി സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഗുഡ് സ്ക്രിപ്റ്റ്. സോ ദാറ്റ് അവരെ അങ്ങോട്ട് നമ്മളൊരു 10 മാസം അല്ലെങ്കിൽ 1 വർഷം ആ ടൈം എടുക്കുന്നത് അവർക്ക് ആ സ്റ്റെബിലിറ്റി കൊടുത്താലേ ദേ വിൽ ബി ഏബിൾ ടു സിറ്റ് ആൻഡ് റൈറ്റ് ഓവർ. അപ്പോൾ വിത്തൗട്ട് ദാറ്റ് യു കാൺ കീപ്പ് ഓൺ ക്രിയേറ്റിംഗ് ഗുഡ് സ്ക്രിപ്റ്റ്സ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി കുറേ കൂടി എനിക്ക് നമ്മുടെ മലയാളത്തിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇതിന് മിനിമം കൊടുക്കേണ്ടത് ഇതിനെ കുറിച്ച് ഈ കെട്ടാണല്ലോ അവസാനം കാണുന്നത്. ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ പെടുന്ന സ്ക്രിപ്റ്റ് ഈസ് കറൻസി എന്ന് പറയാം. ഗുഡ് സ്ക്രിപ്റ്റ് ഈസ് കറൻസി. അത് പലർക്കും ഇന്നും അത് മനസ്സിലായിട്ടില്ല. അതാണ് സത്യം. മനസ്സിലായിട്ടില്ല. അതാണ് ടു മേക്ക് ഇറ്റ് വെരി ബോൾഡ്. മനസ്സിലാവാത്ത ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട്. Okay, thanks guys, thanks for giving me so much time. I hope you guys had fun. ഇതുപോലെ തന്നെ അടുത്ത കൊല്ലം നിങ്ങൾ തന്നെ വരണം കേട്ടോ. അടുത്ത കൊല്ലത്തെ ബെസ്റ്റ് ഫിലിം ആയിട്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എത്ര നേരത്തെ ഇന്റർവ്യൂ? 2 മണിക്കൂർ. സിനിമയാണത്, തിയേറ്ററിൽ ഇറക്കുമോ? ഈ രീതിയിലുള്ള സിനിമ നമ്മളോട് അറിയാതെ പോസ്റ്ററൊക്കെ വെച്ച് നമ്മുടെ ഫോട്ടോ എടുത്തില്ലേ, ഫോട്ടോഷൂട്ട്